ഇത് അൽഫോൺസയാണ്. ഇത് കട്ട് ചെയ്യട്ടെ. ഇത് കറക്റ്റ് പാകത്തിന് പഴുത്തിട്ടുണ്ട്. ഈ ഒരു വെറൈറ്റികളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഏതാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ചൂസ് ചെയ്യേണ്ടത്. ഈ പ്രാവശ്യം ഒരാൾക്ക് പുള്ളി പറഞ്ഞില്ല, പുള്ളി ഒന്നും പറഞ്ഞില്ല. ഇത്ര നല്ല മനുഷ്യരുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. ഇല്ലോ നിങ്ങളുടെ കുഴപ്പമൊന്നും അല്ല, അത് കൊറിയർ ഡാമേജ് പറ്റിയതാണ്. പിന്നെ കുറച്ചൊക്കെ ഇവർ ഉണ്ട് ഇവിടെ എല്ലാം നിറച്ച് തോട്ടത്തിൽ ചെന്നാൽ മൊത്തം തിന്നിട്ടിരിക്കുക. അവർക്ക് തിന്നാൻ വേണമല്ലോ. അപ്പോൾ ഇഷ്ടമാതിരി മയിലും എല്ലാം കഴിക്കും. അവർ കഴിച്ചിട്ടുള്ളതാണ്. എല്ലാവരും ഉണ്ട്, അണ്ണാനും മയിലും എല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് ബ്ലേസി ചേച്ചി വന്നേക്കുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ പറയുന്നത് ശരിയല്ലേ ചേച്ചി? അതെ, രണ്ട് കൽപ്പിച്ചിൽ വന്നേക്കുന്നേ. മാംഗോ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഈ മാംഗോ ഫെസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ മാംഗോ ഫെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയാം. എന്താണ് ചേച്ചി ഈ മാംഗോ ഫെസ്റ്റ് എന്ന് പറയുന്നത്? മാംഗോ ഫെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ വെറൈറ്റി മാങ്ങകൾ, അത് പെസ്റ്റിസൈഡ് ഫ്രീ, പ്യൂറി ഓർഗാനിക് എന്ന് പറയാൻ പറ്റത്തില്ല, പെസ്റ്റിസൈഡ് ഫ്രീ, മറ്റുള്ളതൊന്നും നമ്മൾ സ്പ്രേ ഒന്നും ചെയ്യാണ്ട് നാച്ചുറലായിട്ട് പഴുപ്പിക്കുന്നത്. അതായത് ഞങ്ങളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന അത്ര വെറൈറ്റി, അത് സ്വന്തം തോട്ടത്തിലെ മൊത്തം വെറൈറ്റി. പിന്നെ നമുക്ക് ഇല്ലാത്ത വെറൈറ്റി നാട്ടുമാങ്ങകളുണ്ട് കുറച്ച്. അത് നമ്മൾ അങ്ങനെയുള്ള മാവുകൾ കണ്ടെടുത്തിട്ട് ഈ പ്രാവശ്യം നമ്മൾ 3-4 മാവ് അങ്ങനെ പറഞ്ഞു അവരെടുത്ത് തൈകൾ റെഡിയാക്കാൻ വേണ്ടി ആ മാവിൻ്റെ തന്നെ തൈകൾ റെഡിയാക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ആ മാങ്ങയും, അതായത് നമ്മുടെ നൊസ്റ്റാൾജിക്ക് മാങ്ങ, ഈ ചക്കരക്കുട്ടി പോലെ തന്നെ ഈ കരട്ടി കൊടുത്തു. അത് തൈകൾ കൊടുത്തു, ഇനിയും കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ വർഷവും അത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പണ്ടത്തെ 100 വർഷമൊക്കെ പഴക്കമുള്ള ഈ റോഡിൻ്റെ സൈഡുകളിലൊക്കെ ഉണ്ടാകും മാവുകൾ. ഇപ്പോൾ മുറിച്ച് പോയി ഒത്തിരി ചെറിയ മാങ്ങ, അതെ, ഒരുപാട് നിൽക്കുന്നത്. അത് ഭയങ്കര ഇപ്പോൾ എല്ലായിടവും പോയി ആ മാവ്. അപ്പോൾ അത് ആ മാവിൻ്റെ സംരക്ഷണവും കൂടെ നമുക്ക്, കാരണം ആ മാങ്ങ പരിചയപ്പെടുത്തുക, അത് ഒരുപാട് പേര് പണ്ട് കഴിച്ചവർക്കൊക്കെ ഓർമ്മയുണ്ട് അത്. അപ്പോൾ ആ മാങ്ങയും നമുക്ക് ഫെസ്റ്റിന് അവൈലബിൾ ആണ്, അതിൻ്റെ തൈയും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ വെക്കുന്നതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും തൈ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ്, തൈകൾ. പിന്നെ മാങ്ങയോട് കൂടിയുള്ള തൈകളും അവൈലബിൾ ആയിരിക്കും. പിന്നെ വലിയ തൈകൾ, ഈ നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്യാനും, പിന്നെ മൾട്ടിഗ്രാഫ്റ്റ്, അങ്ങനെയുള്ള എല്ലാ തൈകളും നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന ഇത്ര തൈകൾ നമ്മൾ അവൈലബിൾ ആക്കും. മാങ്ങ എല്ലാ വെറൈറ്റി. എല്ലാ തവണയും പാലക്കാടുകാർക്കാണ് ഈ മാംഗോ ഫെസ്റ്റ് എന്ന് പറയുന്നത് അതിന് ഭാഗ്യം കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ പാലക്കാട് നടത്തി, അല്ലേ? കൊല്ലത്ത് നടത്തി. കൊല്ലത്തും ഒരു ബ്രാഞ്ച് ഉണ്ട്, അല്ലേ? ഫാം സ്റ്റോർ എന്ന പേരിലാണ് ഇതിന്റെ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഏതൻ, അല്ലേ? ഏതൻസ് ഫാമിലാണ് നിൽക്കുന്നത്. ഫാം സ്റ്റോറി എന്നാണ് നമ്മുടെ ബ്രാൻഡ് നെയിം. ഈ മാംഗോ ഫെസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല നാച്ചുറൽ ആയിട്ടുള്ള മാങ്ങകൾ ടേസ്റ്റ് ചെയ്യാനും, ഈ കഴിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാങ്ങ അതിന്റെ തൈകൾ, അതിന്റെ നല്ല ക്വാളിറ്റിയുള്ള തൈകൾ, ഞാൻ ഇവരുടെ ഫാമിലാണ് നിൽക്കുന്നത്, മദർ ഫാമിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെയുള്ള തൈയുടെ കളക്ഷനും എല്ലാം കാണിച്ചത്. ഇത് കണ്ടില്ലേ, ഈ ടൈപ്പൊക്കെ ഒരു തൈ കിട്ടിക്കഴിഞ്ഞാൽ ആരാ വാങ്ങാത്തത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഒന്നുമല്ല. ഞാൻ ഈ വീഡിയോ തന്നെ കുറച്ച് വെറൈറ്റികൾ ഞാൻ ഉൾപ്പെടുത്തി തരാം, എന്താണ് മാംഗോ ഫെസ്റ്റിന് വരാൻ പോകുന്ന തൈകൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റു നേഴ്സറികളിലൊന്നും കിട്ടാത്ത വെറൈറ്റികളുടെ തൈകൾ, മാവിൻ്റെ തൈകളാവട്ടെ, അല്ലെങ്കിൽ എക്സോട്ടിക് ആയിട്ടുള്ള പല വെറൈറ്റികളുടെയും തൈകൾ മാറ്റാണ് ഇത്തവണ മാംഗോ ഫെസ്റ്റ് നമ്മുടെ കൊല്ലത്ത് വരുന്നത്. ഡേറ്റ് എന്നൊക്കെയാണ് ചേച്ചി വരുന്നത്? മെയ് 3, 4, 5, 6, 7. ഓക്കെ. അപ്പോൾ വീക്കെൻഡും കിട്ടുന്നുണ്ട്. 3, 4, 5 3 മുതൽ 7 വരെ. 3 മുതൽ 7 വരെ അല്ലേ? 3 മുതൽ 7 വരെയാണ് വരുന്നത്. ഓക്കെ. അവധി ദിവസം തന്നെയാണ് വരുന്നത്? അവധി ദിവസം ശനിയും ഞായറും വരും. അതിനകത്ത് വരുന്നുണ്ട്. വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ശനി, ഞായർ, തിങ്കൾ അങ്ങനെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വരാം. ഇത്തവണ ഫെസ്റ്റിൽ എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്? ഇത്തവണ നമ്മുടെ ഫാം പ്രോഡക്റ്റ് എല്ലാം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ നാച്ചുറൽ പ്രോഡക്റ്റ് ഇവിടെ പ്രദർശിപ്പിക്കുന്ന എല്ലാ മാമ്പഴത്തിൻ്റെയും തൈകൾ, മാക്സിമം അതിൻ്റെ തൈകളെല്ലാം അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ തോട്ടത്തിലെ വെളിച്ചെണ്ണ, പിന്നെ കുരുമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ അങ്ങനെ നമ്മുടെ ഫാം പ്രോഡക്റ്റ് മൊത്തം അവിടെ ഉണ്ടാവും. എല്ലാ ഐറ്റവും. പുളി, നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ നമ്മൾ പുളിമരത്തിന്റെ അടിയിലാണ് നിൽക്കുന്നത്. പുളി, പിന്നെ കൊടംപുളി അത്രയുള്ള പുളി, പിന്നെ കൊടംപുളിയുണ്ട്. അത് ഇവിടുത്തെ എല്ലാ പ്രോഡക്റ്റും അവിടെ ഉണ്ടാവും. ഈവൻ എള്ളുണ്ടയൊക്കെ കാണും, കാരണം എള്ള് നമുക്ക് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എള്ളുണ്ടാവും, പിന്നെ ചെറുപയർ, നമുക്ക് ഉള്ളാവുന്ന എല്ലാ പ്രോഡക്റ്റും അവിടെ ഉണ്ടാവും. അതെ, നല്ല പ്രോഡക്ട്സ് ഞങ്ങളുടെ സ്റ്റോറിൽ സാധാരണ വിറ്റുകൊണ്ട്. പിന്നെ മുട്ടകൾ നമ്മുടെ തന്നെ ഫാമിലുള്ള എല്ലാം
അവിടെ ഉണ്ടാവും. എല്ലാ ഐറ്റവും ഉണ്ടാവും, നെയ്യ് എല്ലാം ഉണ്ടാവും. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ മുഖം കാണുമ്പോഴേ എല്ലാവർക്കും ഓർമ്മ വരുന്ന പറഞ്ഞാൽ മാവിൻ്റെ വിശ്വസിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു മാവിൻ്റെ വെക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ ഈ ഒരു ഫാമിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വർത്തായിരിക്കും. കാരണം ഞങ്ങൾ എല്ലാ വർഷവും ചേച്ചിയുടെ വീഡിയോ ചെയ്താൽ കഴിഞ്ഞ വർഷം ചെയ്ത മാംഗോ ഫെസ്റ്റിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരിലേക്ക് എത്തി. ഒരുപാട് പേര് വന്നില്ലേ? ശരിക്കും ഒരുപാട് പേര് വന്നു അല്ലേ? ഇപ്പോഴും വിളിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ. ഇനി അന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാലക്കാടാണ് തുടങ്ങിയത്. പാലക്കാട് തുടങ്ങിയിട്ട് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് കാരണം ചേച്ചി അത് തന്നെ അല്ലേ കൊല്ലത്തോട്ട് മാറ്റി അവിടെയും വൻ വിജയമായി തീർന്നു. ഓരോ വർഷവും ഈ മാംഗോ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് എന്താ മൂന്നാമത്തെ വർഷമാണ് നമ്മൾ. മൂന്നാമത്തെ വർഷം. ഓരോ വർഷവും എന്താ നമ്മുടെ ഇത് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? വെറൈറ്റി കൂട്ടുന്നുണ്ട്. കാരണം ആൾക്കാരുടെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം പ്രിയൂര് നമുക്ക് കുറവായിരുന്നു. ഈ വർഷം പ്രിയൂര് എല്ലാവർക്കും കൊടുക്കത്തക്ക പ്രിയൂര് നമുക്കുണ്ട്. മാമ്പഴമായാലും തൈകളായാലും. അപ്പോൾ ഇനി ഞാൻ ഫെസ്റ്റിലേക്ക് വരുന്ന ഇത് ശരിക്കും പറഞ്ഞാൽ ഫെസ്റ്റിന് 4 ദിവസം മുൻപേ നിങ്ങൾ അറിയിക്കുന്നതാണ് ഈ ഡേറ്റുകളിൽ 3, 4, 5, 6, 7 അല്ലേ? ഇത്രയും ഡേറ്റുകളിൽ മാംഗോ ഫെസ്റ്റ് കൊല്ലത്ത്. അത് ലൊക്കേഷൻ ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇത് കൊല്ലം നീണ്ടകരയാണ് വരുന്നത്. നീണ്ടകര അമ്പിളിമുക്ക് എന്ന് പറയും. ദ ഫാം സ്റ്റോറി നമ്മുടെ ഗാർഡൻ സെന്റർ തന്നെയാണത്. അവിടെ വെച്ചിട്ടാണ് നടത്തുന്നത്. ഗൂഗിളിൽ ലൊക്കേഷൻ ഫാം സ്റ്റോറി. കഴിഞ്ഞ തവണ വന്നവർക്ക് എല്ലാവർക്കും അറിയാം. പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടിയാണ് ലൊക്കേഷൻ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിരുന്നത്. ഇത്തവണ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതെല്ലാം നമ്മളിപ്പോൾ വീഡിയോ എടുത്തതിന് ശേഷം അങ്ങോട്ടേക്ക് ഇപ്പോൾ പാലക്കാടാണ് നിൽക്കുന്നത്, നമ്മുടെ കൊല്ലത്തേക്ക് ഇപ്പോൾ ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് എല്ലാം ലോഡ് ചെയ്യാൻ എല്ലാം ഇവിടുന്ന് പോകും അല്ലേ? എല്ലാം ഇവിടുന്ന് പോകും. അപ്പോൾ ഫെസ്റ്റ് വരെ ശരിക്കും പറഞ്ഞാൽ ഇത് അവിടെ വരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ തൈകളൊക്കെ അല്ലേ നാളെ മുതൽ ആളവിടെ വരും. പക്ഷെ നമ്മൾ മാക്സിമം ഹോൾഡ് ചെയ്ത് 3 മുതൽ 7 വരെ നിങ്ങൾക്ക് നല്ല തൈകൾ വാങ്ങാം, മാമ്പഴം രുചിക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ അല്ലേ ഇത്ര ഇതായിട്ട് അവിടെ വരുന്നത്. നമ്മൾ ഫെസ്റ്റിന്റെ ഡേറ്റ് എല്ലാം പറഞ്ഞു. എന്നാലും ഈ നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് മാമ്പഴം നമ്മൾ അവരെ ഇപ്പം കോമൺ ആയിട്ട് നമ്മൾ ആരെയും അറിയിച്ചില്ല. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം മേടിച്ചവരൊക്കെ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു. അങ്ങനെ അവർക്ക് നമ്മൾ അയച്ചു കൊടുത്തു. അത്യാവശ്യം നമുക്ക് കോൺടാക്ട് ഉണ്ട് ഇപ്പോൾ. ഉണ്ട്. അപ്പൊ അന്നേരം നമ്മൾ അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇനിയും ഉണ്ട്, ഒത്തിരി ഉണ്ട്. അപ്പൊ ഈ വർഷം പിന്നെ അറിയാം, അത് കേരളത്തിൽ നമ്മൾ എല്ലായിടവും ന്യൂസൊക്കെ വന്നതാണ്. മാങ്ങ 30% ഉള്ളൂ. അതായത് മാങ്ങയുടെ പൊതുവെ ഇത്തവണ മാങ്ങ അതുപോലെ ജാതി എല്ലാ ഫലങ്ങളും കുറവാണ്. ഈ ക്ലൈമറ്റ് വന്നിട്ടാണ് പറ്റിയത്. അപ്പം അന്നേരം എന്നാലും ഞങ്ങളെ കൊണ്ട് മാക്സിമം പറ്റാവുന്ന അത്രയും എല്ലാവരിലേക്കും കൊണ്ടുവന്ന് തരുന്നതായിരിക്കും. അപ്പോൾ കൊറിയർ സൗകര്യം ഉണ്ട്. കൊറിയർ സൗകര്യം എവിടോട്ടായാലും ഉണ്ട്. പിന്നെ ഓൾ കേരള ഉണ്ട്. പിന്നെ ബാംഗ്ലൂർ അങ്ങോട്ട് ബോംബെ ഒക്കെ വരെ ഉണ്ട്. പക്ഷെ അത് കൊറിയർ സർവീസിൽ കൊറിയർ ചാർജ് കുറച്ചുകൂടെ അഡീഷണൽ മേടിക്കും നമ്മൾ. കാരണം ഈ ഓൾ കേരള എല്ലാം സെയിം തന്നെയാണ് ചാർജ് വരുന്നത്. DTDCയിലാണ് നമ്മൾ അയക്കുന്നത്. പിന്നെ പച്ചമാങ്ങ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന ദിവസം തന്നെ പൊതിഞ്ഞ് പാക്ക് ചെയ്ത് നമ്മൾ അയക്കും. ഞാൻ കാണിച്ചു തരാം, പാക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ പഴുത്ത മാങ്ങ നമ്മൾ അയക്കില്ല. നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഴുത്ത മാങ്ങ അയച്ചപ്പം കുറെ ഫെയിലിയർ വന്നു. അപ്പോൾ അന്നേരം അത് അവർക്കും നഷ്ടമാണ്. ഇപ്പം നമ്മൾ നല്ല മൂത്ത മാങ്ങ ഹാൻഡ് പിക്ഡ്, നമുക്കിവിടെ ഹാൻഡ് പിക്ഡ് ഞാൻ കാണിച്ചു തരാം മരങ്ങളുണ്ട്. ഹാൻഡ് പിക്ഡ് ആയിട്ട് നമുക്ക് 100 കണക്കിന് മരങ്ങളുണ്ട്. അതിനകത്തെ മാങ്ങയാണ് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് അതേ അന്ന് തന്നെ നമ്മൾ അവർക്ക് അയക്കും. അപ്പോൾ ഡാമേജ് വരേണ്ട ഒരു സാധ്യതയില്ല. പിന്നെ പച്ചയായിട്ട് അവർക്ക് അവിടെ ചെല്ലത്തുള്ളൂ. അപ്പോൾ പിന്നെ ഒരാഴ്ചയ്ക്ക് എടുക്കും പഴുത്തെല്ലാവരും കഴിക്കാനായിട്ട്. അപ്പോൾ ചിലർ റിക്വസ്റ്റ് ചെയ്ത് 2-3 പഴുത്ത മാങ്ങ വെക്കണേന്ന്. അതെ, അത് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയും അത് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ക്ഷമിക്കണമെന്ന് പറയും. പിന്നെ എന്തെങ്കിലും ഡാമേജ് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വർഷവും ഏതെങ്കിലും ഒരു ഡാമേജ് പറ്റും അവർ പറയും ഞങ്ങളുടെ കുഴപ്പമല്ല, അത് കൊറിയർ താമസിച്ചിട്ട് ഞങ്ങൾക്ക് പറ്റിയതാണെന്ന്. പക്ഷെ ഞാൻ ഒരു ബോക്സ് അയച്ചു കൊടുത്തു. ഈ വർഷം അങ്ങനെ ചെയ്യും. കാരണം അവര് ആ ആഗ്രഹത്തോടെ ഇരിക്കുമ്പം നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നേ. അപ്പൊ നമ്മളത് ചെല്ലുമ്പോൾ അവര് ഭയങ്കര പ്രതീക്ഷയായിരിക്കും. അത് നഷ്ടപ്പെടരുതല്ലോ. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും കൊറിയർ സൗകര്യമുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഞാൻ ഏതൊക്കെയാണ് നമ്മുടെ തോട്ടത്തിലുള്ള വെറൈറ്റികളെന്നും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. നിങ്ങൾക്ക് വേണ്ട മാമ്പഴമൊക്കെ നേരിട്ട് വരാൻ പറ്റാത്തവർക്ക്, നേരിട്ട് വരാൻ പറ്റുന്നവർ ഉറപ്പായിട്ട് നേരിട്ട് വരാൻ തന്നെ നോക്കുക. കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലേ എല്ലാ കാര്യങ്ങളും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് കഴിയുന്നിടം നേരിട്ട് വരണമെന്നാണ്. അപ്പോൾ ആ മാങ്ങ രുചിച്ച് നോക്കിയിട്ട് ആ തൈ മേടിക്കാം. പിന്നെ ഈ നഴ്സറിയിലായാലും ഞാൻ പറയുന്നത് വന്ന് നിങ്ങൾ തൈ എടുക്കുക. അവർക്ക് തീരെ പറ്റാത്തവരാണെങ്കിൽ ഞങ്ങൾ അയച്ചു കൊടുക്കും. അത് ഈ പെറ്റ്സിനെ കൊണ്ടുപോകുന്ന വണ്ടിയിൽ ഞങ്ങൾ ഹൈവേയിൽ കൊടുക്കും. പക്ഷെ അവർ വീട്ടിൽ കൊണ്ട് കൊടുക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സർവീസ് ചെയ്യുന്നുണ്ട്. ഇത് 6 അടി വരെ ഈ മരമൊക്കെ നമ്മൾ അയക്കും. ഇതൊക്കെ അയക്കാൻ പറ്റും. 5.5 അടി വരെയുള്ള മരങ്ങൾ നമ്മൾ വണ്ടിയിൽ അയക്കും. സേഫായിട്ട് ഹൈവേയിലെത്തും. പിന്നെ അവർ സമയത്തിന് നമ്മൾ തലേ ദിവസം അവർക്ക് ഫോട്ടോയൊക്കെ ഇട്ട് കൊടുത്ത് ബില്ലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ വണ്ടിക്കാരെ അവിടെ കൊണ്ടിട്ട് അവരെ വിളിക്കും. അപ്പോൾ അവർ വന്നിട്ട് അത് കളക്ട് ചെയ്യും. ഏത് ഹൈവേയിലും ട്രിവാൻഡ്രം ടു കാസർഗോഡ് വരെ ഏത് സ്ഥലത്തും, കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം ഫുൾ സ്ഥലങ്ങളിൽ സർവീസുണ്ട്.
ഓക്കെ. എല്ലാ പ്ലാന്റ്സും. അപ്പോൾ മാമ്പഴം മാത്രമല്ല, മാമ്പഴവും നമുക്ക് കൊറിയറും ഉണ്ട്. പിന്നെ ഈ പെറ്റ് സർവീസിൽ ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അതിലും അയക്കുന്നുണ്ട്. കാരണം ബൾക്ക് ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കൊറിയർ ചാർജ് ഒഴിവാക്കാം. അത്രയും കൊറിയർ ചാർജ് ആവത്തില്ല നമ്മുടെ പെറ്റ് സർവീസ്. അപ്പൊ അവര് ഞങ്ങളുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ട്. നമുക്ക് അവിടെ എത്തിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യക്കാര് ഈ പ്രാവശ്യം നമുക്ക് ഒരു വേറെ വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറ്റിയാട്ടൂർ മാങ്ങ. കുറ്റിയാട്ടൂർ മാങ്ങ നമുക്ക് എങ്ങും അങ്ങനെ കിട്ടാനില്ല. ഈ വർഷം നമുക്ക് കുറ്റിയാട്ടൂരിൽ നിന്ന് തന്നെ സ്പെഷ്യലായിട്ട് മാങ്ങ വരുന്നുണ്ട്. അതും ഈ പെറ്റ് സർവീസ് ഞങ്ങൾ പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുവരുവാണ്. എന്നുവെച്ചാൽ അവരെടുത്ത് ഞങ്ങൾ കുറ്റിയാട്ടൂരിലൊരു സാറുണ്ട്, സൊസൈറ്റി ഉണ്ട്. അവിടുന്ന് തന്നെ ഞങ്ങൾ തൈകളും അവരുടെ തന്നെ മാങ്ങയും ഈ വർഷം കുറവാന്ന് പറഞ്ഞു, പക്ഷേ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടും ഉറപ്പായിട്ട്, ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കും. ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഫെസ്റ്റിനെക്കാളും വെറൈറ്റികൾ അതിപ്പം ഉണ്ടാവും. പിന്നെ നമ്മൾ ഇപ്പോൾ കുറ്റിയാട്ടൂർ മാങ്ങ അത് സ്പെഷ്യൽ, പിന്നെ കോട്ടൂർക്കോണം ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യൽ. അപ്പോൾ കോട്ടൂർക്കോണം ഇതുപോലെ, കോട്ടൂർക്കോണം ഇവിടെ കായ്ച്ചതുണ്ട് മാവുകൾ, നമുക്ക് മാങ്ങയും ഉണ്ട്. പക്ഷേ എന്നാലും കോട്ടൂർക്കോണത്തു നിന്നുള്ള മാങ്ങയും വരുന്നുണ്ട്. നമ്മളൊരു മാവ് അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അതുപോലെ ഈ പ്രിയൂരിൻ്റെ സൈഡിൽ അവിടുന്ന് തന്നെ നമ്മുടെ മാങ്ങ പ്രിയൂർ അത്രയും തികയത്തില്ല. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെ മാവ് നമ്മൾ എടുത്തിട്ട് അവർ നമുക്ക് അയച്ചു തരുന്നുണ്ട്. പക്ഷേ അതുപോലെ ഈ വർഷം നമ്മൾ എല്ലാ ടേസ്റ്റുകളും, കഴിഞ്ഞ പ്രാവശ്യം മല്ലിക ചോദിച്ചു, പ്രിയൂരൊക്കെ ചോദിച്ചവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല ഇനഫായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വർഷം അവരെയും കൂടെ പരിഗണിച്ചുകൊണ്ട് കൊടുക്കുവാണ്. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിൽ കാണുന്ന ഒത്തിരി പേര് ചോദിക്കുന്ന കാര്യമാണ്, അധിക സ്ഥലമില്ല, നമുക്ക് ഒരു മാവാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് ഏത് വെറൈറ്റി ഞാൻ വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. എല്ലാ നല്ല വെറൈറ്റികൾ നമ്മുടെ വീട്ടിൽ ഒരു തൈ ആണെങ്കിൽ അത് ഏത് തൈ വയ്ക്കണം, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ആദ്യം വെറൈറ്റിയിലോട്ട്, ഈ ഒരു വെറൈറ്റികളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഏതാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെ സെലക്ട് ചെയ്തതിനു ശേഷം ചേച്ചിയുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ ഈ വെറൈറ്റി നിങ്ങളുടെ വീട്ടിലെത്തും. ഇല്ല ഇത് നേരിട്ട് വാങ്ങണം, ഇതിൻ്റെ മാമ്പഴവും രുചിക്കണമെന്നുണ്ടെങ്കിൽ നേരെ മാംഗോ ഫെസ്റ്റിലേക്ക് വരിക. അപ്പോൾ നമുക്ക് വെറൈറ്റിയിലോട്ട് കിടക്കാം. ഇത് ആപ്പിൾ റൂമാനിയാണേ. ഇത് നേരത്തെ പൂക്കും. പിന്നെ ഏതാണ്ട് ഇതിപ്പോൾ പൂവ്, കൊച്ചു മാങ്ങ, വലിയ മാങ്ങ ഒരു ട്രിപ്പ് നമ്മൾ പറിച്ചു. ഹാർവെസ്റ്റ് കഴിഞ്ഞതാണ് ആ സൈഡിൽ നിന്നൊക്കെ വലുത്. അപ്പോൾ അന്നേരം ഇത് വെക്കുന്നത് നല്ലതാണ്. എന്നാൽ ഒട്ടും നാരില്ല, നല്ല മാമ്പഴമാണ്. ഫെസ്റ്റിനുണ്ടാവും ഈ മാമ്പഴം. ഇത് ഡ്രമ്മിൽ വെക്കാൻ പറ്റുമോ? ഇത് ഡ്രമ്മിലോ കവറിലോ എവിടെ വേണേലും വെച്ചാലും പിടിക്കും. കവറിൽ വെച്ചാണ് ഈ ഒരു സ്ഥലമില്ലാത്തവർക്ക് ഒരു ബാൽക്കണി, ഒരു ഇത്തിരി നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വെക്കാം. നമുക്ക് ഈ പ്ലാന്റും സെയിലിനുള്ളതാണ്. അതെ അതെ. ഇത് നമ്മുടെ ഇവിടെ അത്ര ഇല്ലാത്ത ഒരു വെറൈറ്റിയാണ്, ബാരാമാസി എന്ന് പറയും. അതായത് 6 മാസം, എന്ന് വെച്ചാൽ എപ്പോഴും പിടിക്കുന്നത്, നമ്മുടെ മൂവാണ്ടം പോലെ. പിന്നെ ഈ മാങ്ങയെക്കുറിച്ച് കഴിച്ചിട്ട് ടേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയത്തൊക്കെ വലിയ ടേസ്റ്റ് ഇല്ല, പക്ഷേ എപ്പോഴും മാങ്ങ കാണും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. പിന്നെ ചട്ടിയിലും പിടിക്കും. അതുകൊണ്ട് ഇതിപ്പോൾ കവറിലാണ്, നല്ലോണം എപ്പോഴും മാങ്ങ കാണും. 2 മാങ്ങ എപ്പോഴും ഇതിനകത്ത് കാണും. അത് ഉറപ്പാണല്ലേ? അത് ഉറപ്പാണ്. പിന്നെ ഇത് കുളമ്പ് പണ്ട് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉള്ളതാണ് കുളമ്പ്. നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും നല്ലതായിട്ട്, അതായത് നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ട് ഇഷ്ടംമാതിരി പിടിക്കും. പക്ഷേ ഇച്ചിരി സ്ഥലം ഇല്ലാത്തവരിപ്പം കുളമ്പ് കണ്ടോ ഇവിടെ പരീക്ഷിച്ച് നമുക്ക് ഇതായിട്ടുണ്ട്. ചട്ടിയിലും പിടിച്ചു, ഇഷ്ടം പോലെ മാങ്ങ പിടിക്കും. ചെറിയൊരു ഡ്രമ്മിലാണ് നിൽക്കുന്നല്ലേ? അതെ അല്ലേ? ഇത്രയും മാങ്ങയുണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യം, നമുക്ക് കയറി പറിക്കാൻ ആൾ വേണ്ട. ഒന്ന് പ്രൂൺ ചെയ്ത് ഇത്തിരി വളവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീട്ടിലേക്ക് ഇത് മതി. കുളമ്പ് ഫെസ്റ്റിൽ വരുന്നവർക്ക് ഈ മാവ് വാങ്ങാം അല്ലേ? വാങ്ങാം, കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ. അതെ, മാങ്ങയോടെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടല്ലേ? അവിടെ എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അതെ. ഇത് ഈ മാങ്ങ നാസി പസന്ത് എന്ന് പറഞ്ഞ മാങ്ങയാണ്. ഇത് ഒരു ഓൾ സീസൺ പോലെയാണ്. എപ്പോഴും ഇതിനകത്ത് മാങ്ങ ഉണ്ടാവും. ഒട്ടും നാരില്ല, നല്ല മണമാണ്, എപ്പോഴും മാങ്ങ കാണും. പിന്നെ ഈ ഡ്രമ്മിലും ഇതിലൊക്കെ നല്ലതാണ് നാസി പസന്ത്. ഡ്രമ്മിൽ വെച്ചാലും നമുക്ക് കഴിപ്പിച്ചെടുക്കാം അല്ലേ? ഡ്രമ്മിൽ വെച്ചാലും കഴിച്ചെടുക്കാം. ഇഷ്ടംപോലെ മാങ്ങ കാണും, എപ്പോഴും മാങ്ങ കാണും. ഈ ഒരു പ്ലാന്റ് ഈ ഒരു കണ്ടീഷനിൽ കണ്ടു കഴിഞ്ഞാൽ ആരായിരിക്കും വാങ്ങാത്തത്? അതെ, ഡ്രമ്മിലാണ് നിൽക്കുന്നത്. നല്ല കാഴ്ചയുണ്ടല്ലേ? എപ്പോഴും മാങ്ങ കാണും, എപ്പോഴും. ഇല ചെറുതാണല്ലേ? ഇല ചെറുതാ. ഇത് കാലാപ്പാടിയാണെന്ന് തോന്നും ചിലർക്ക്, അറിയാൻ വയ്യാത്തവർക്ക്. പക്ഷേ ഇത് നാസി പസന്ത്. ഇതെല്ലാം നമ്മൾ കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്ന തൈകളാണ്. ഇത് മാങ്ങ കായ്ച്ച തൈകളുണ്ട്, കൂടുതലും മാങ്ങ കായ്ച്ച തൈകളുണ്ട്. ഇത് നമ്മൾ ഇപ്പം ഇവിടുന്ന് കൊണ്ടുവരും അങ്ങോട്ട്. ഇതിനകത്തൊക്കെ മാങ്ങയുണ്ട്. ബംഗനാപ്പള്ളിയൊക്കെ നല്ലോണം മാങ്ങയുണ്ട്. ഇതുണ്ട്, കാലാപ്പാടിയുണ്ട്, ബംഗനാപ്പള്ളിയുണ്ട്. സാധാരണ എല്ലാവരും കണ്ടിട്ടുള്ളത് ഈ ഏറ്റവും ചെറിയ തൈകളിൽ കായ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾ സീസൺ മാംഗോ ട്രീ ആണ്. ഈ പല നഴ്സറികളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ, തൈ ഇത്രയേ ഉള്ളൂ. ഇത്ര ചെറുപ്പത്തിൽ കണ്ടില്ലേ മാങ്ങയുടെ സൈസ് കണ്ടോ? ഇത് ഏതാ വെറൈറ്റി? ഇത് കാലാപ്പാടിയാണെന്ന് തോന്നും, പക്ഷെ അല്ല, നീലാലി പസന്ത് ആണ് ഇതിന്റെ പേര്. നീലാലി പസന്ത്. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. വലിയ പുഴുവൊന്നുമില്ല, ചെറിയ മാങ്ങയാണ്, ഒട്ടും നാരൊന്നുമില്ല,
നല്ല മാങ്ങ, പുഴുക്കേട് അധികം വരത്തില്ല. നല്ല വെറൈറ്റിയാണ്. ഈ സ്ഥലമൊക്കെ ഇല്ലാത്തവർക്ക് വെക്കാം. കാലാപ്പാടി പോലെ തന്നെ വെക്കാം. ഇതും ഇല ചെറിയ ഇലയാണ്. ചെറിയ ഇല, അത് തിരിഞ്ഞു പോകും. കാലാപ്പാടി ഇപ്പൊ നമ്മള് അവിടെ കണ്ടതും ഒക്കെ ഫാൻസി ആയിട്ട് വെക്കാം, ചട്ടിയിലൊക്കെ വെക്കാം. ഡ്രമ്മിലൊക്കെ നന്നായിട്ട് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഉറപ്പായിട്ട് ഈ ഒരു വെറൈറ്റി വാങ്ങാവുന്നതാണ്. ഇത് നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവനും വരുന്നുണ്ട് നമ്മുടെ ഫെസ്റ്റിവലിലേക്ക്. ഈ പ്ലാന്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും അല്ലേ? ഇതൊക്കെ ഇവിടുന്ന് പാലക്കാട് നിന്നാണ് വരുന്നത്. അപ്പോൾ മാങ്ങയോട് കിട്ടിയാലേ അല്ലേ? എന്തായാലും ഞങ്ങൾ അവിടെ എത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. ഇതാണ് നമ്മുടെ ചക്കരക്കുട്ടി. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ പരിചയപ്പെടുത്തിയായിരുന്നു ഈ മാങ്ങ. അതിന്റെ കുറേ തൈകളൊക്കെ നമ്മൾ കൊടുത്തു, എന്നാലും ബുക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വർഷം നമ്മൾ മാക്സിമം തൈകൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ രണ്ട് കൽപ്പിച്ച വരുന്നത്. അതെ ഉണ്ട്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മാവ് ആളുകളുടെ ഇതുകൊണ്ട് നമ്മൾ കെട്ടിയിട്ട് ആ മാവ് മറിഞ്ഞുപോയി. അങ്ങനെ ഒരു വിഷമം ഉണ്ടായി നമുക്ക്. പക്ഷേ വേറൊരു മാവിൽ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഫെസ്റ്റിന് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതെ, ഇല്ലാത്തവർ ബുക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ഈ വർഷത്തെ ചൂട് കൂടുതൽ കാരണം കുറച്ച് പിടിച്ചിട്ടില്ല, അപ്പോൾ നമ്മൾ കൊടുക്കും. ശരിക്കും ഈ ചക്കരക്കുട്ടിക്ക് എന്താ ഇത്ര ഫാൻസ്? അത് ചെറിയ മാവായിരിക്കും. പിന്നെ ഇതിങ്ങനെ ഈ എന്താ പറയുന്ന ഒരു താഴോട്ടൊരിങ്ങനെ ഇതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ചെറിയ മാങ്ങയാണ്, തീരെ ചെറിയ മാങ്ങയാണ്. പക്ഷേ ഇതിനെ വെല്ലുന്ന മാങ്ങയാണ് നമ്മുടെ പഴയ നാട്ടുമാങ്ങ, കരട്ടി എന്ന് പറയുന്നത്. പണ്ടത്തെ വലിയ മാവുകൾ, ആ മാവുകളൊന്നും ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു 100 വർഷം പഴക്കം. ആ മാങ്ങ നമുക്ക് ഈ പ്രാവശ്യം ഫെസ്റ്റിന് അവൈലബിൾ ആയിരിക്കും, എത്തിക്കും. അതെ, ഇതിനേലും ഭയങ്കര ടേസ്റ്റും മണവുമാണ് അതിന്. ഇത് നല്ലതാണ്, നല്ല മധുരമൊക്കെ ഉണ്ട്, എല്ലാം നല്ലതാണ്. പക്ഷേ ഇതിനേലും വെല്ലുന്നതാണ് പഴയ മാങ്ങ, നമ്മുടെ ചെറിയ മാങ്ങ. അത് നമുക്ക് ഫെസ്റ്റിനുണ്ടായിരിക്കും. എങ്ങും കിട്ടാനില്ല. അത് 100 വർഷമൊക്കെ പഴക്കമുള്ള മാവുകളാണ്. അപ്പൊ അത് ഒരു കേട്ടിട്ടില്ല. ഇതാണ് നമ്മുടെ തിരുവനന്തപുരംകാരുടെ ഫേമസ് മാങ്ങ, കോട്ടൂർക്കോണം. ഇപ്പോൾ ഇതിലെ മാങ്ങ നമ്മൾ പറിച്ചു കഴിഞ്ഞ് ഈ മാവിൽ ഇത് നേരത്തെ പിടിച്ചിട്ട് ഇതിപ്പം ആയി വരുന്നതേ ഉള്ളൂ, മൂപ്പായി വരുന്നതേ ഉള്ളൂ. പച്ചക്ക് കഴിക്കാനായാലും അല്ലേ എല്ലാത്തിനും നല്ലതാണ്, പുഴുവില്ല. പിന്നെ അതിഷ്ടമുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക മണമല്ലേ? നല്ല മണവും കളറുമാണ്, നല്ല കളറാണ് പഴുക്കുമ്പോൾ. പിന്നെ ഇത് നമുക്ക് അവൈലബിൾ ആണ് ഫെസ്റ്റിന്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ പ്രാവശ്യം അതുകൊണ്ട് നമ്മളൊരു മാവ് തന്നെ, കോട്ടൂർക്കോണത്തുനിന്ന് ഒരു മാവ് തന്നെ അവിടെ എത്തിക്കുന്നുണ്ട്. അതായത് മാങ്ങ എല്ലാവരുടെയും ആവശ്യത്തിന് നമ്മൾ കൊടുക്കും. ഇത്തവണ ആർക്കും കിട്ടാതിരിക്കില്ല. തൈയും അതേപോലെ തൈ ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രമ്മിൽ നിൽക്കുന്ന ഈ തൈ കൊടുക്കാനാണല്ലോ അല്ലേ? ഇല്ല, ഈ തൈ കൊണ്ടുവരാൻ പറ്റുമോന്ന് അറിയത്തില്ല. ഇത് അവിടെയുണ്ട്, കൊല്ലത്ത് ഇതിന്റെ തൈ വേറെ വലിയ മാങ്ങയുള്ള തൈകളുണ്ട്. കോട്ടൂർക്കോണം. ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൈകൾ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങും. പിന്നെ ചേച്ചി ഇത് ഒരു ഫാൻസ് ഇതാർക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് വെച്ചിട്ടുള്ള ഏതെങ്കിലും തൈ ബാക്കിയുണ്ടോ? ഇല്ല, എല്ലാ ആവശ്യക്കാർക്കും കൊടുക്കും. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, കഴിയുന്നത്രയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന് പറയുന്നവർക്ക് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് പിന്നെ ലാസ്റ്റ് വരുന്നവർക്ക് അതൊരു വിഷമമാവും. അപ്പോൾ ഞങ്ങൾ അത് അവരോട് ബുക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ അതുപോലെ ഇവിടെ വളർത്താനായിട്ട് ഇത്രയും സ്ഥലമുണ്ടല്ലോ, കാണുമ്പോൾ അറിയാൻ തോന്നുന്നു. സോൾഡ് എന്ന് ഇട്ടിരിക്കുന്നത് അതാണ്ട് ഇവിടെ 2-3 സോൾഡ് ആണ്. അത് കഴിഞ്ഞ പ്രാവശ്യം അവർ വന്നിട്ട് ബുക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞ് കുറച്ചുകൂടെ വളർന്ന് ഇവിടെ നിങ്ങൾ വളർത്തിയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിലർ കുറച്ച് പൈസയൊക്കെ പേയ്മെന്റ് ഇടും, ചിലർ അങ്ങനെ പറഞ്ഞിട്ട് പോകും, ഞങ്ങൾ വെച്ചിരിക്കും. പിന്നെ അവർ വരുന്നെങ്കിൽ മേടിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുക്കും. ഒന്നുമില്ല, ഒരാവശ്യമില്ല. ഇത് സിന്ദൂരമാണ് ഈ മാവ്. ഇത് നമ്മൾ ചെറിയ മാവിൻ്റെ ഇവിടെ എടുത്ത് വെച്ച് കവർ മാറ്റി വെച്ചപ്പോഴത്തേക്കിന് അതിനകത്ത് മാങ്ങ. ഇത് ഒരുപാടെണ്ണത്തിൽ മാങ്ങയുണ്ട് ഇതുപോലെ സിന്ദൂരം നമ്മുടെ മൂവാണ്ടം പോലെ ഭയങ്കര ടേസ്റ്റ്, നല്ല കളറായി മാങ്ങ. നമ്മളിതിപ്പോൾ പറിക്കുമ്പോൾ കാണിക്കാം. ഇത് നല്ല റെഡ് കളർ വരും നമുക്ക് മൂക്കുമ്പോൾ. പിന്നെ ജ്യൂസിനും പനാക്കോട്ടയ്ക്കും എല്ലാത്തിനും നല്ലതാണ്. മാങ്കോത്തേര എല്ലാം ഉണ്ടാക്കാൻ നല്ലതാണ്. നല്ല കളറാണ് ഇതിന്, നാരില്ല, നിറയെ പിടിക്കും. കൊമേഴ്ഷ്യൽ പർപ്പസിന് ഇത് നല്ലതാണ്. ആവശ്യത്തിന് തൈകൾ സ്റ്റോക്ക് ഉണ്ടല്ലോ? ഉണ്ട്. നമ്മൾ കാണിക്കുന്ന അത് വലുതുണ്ട്, വലിയ തൈകളുണ്ട്, പിന്നെ ചെറിയ തൈകളുണ്ട്, എല്ലാം ഉണ്ട്. ആവശ്യക്കാരുടെ ബഡ്ജറ്റ് അനുസരിച്ച് കൊടുക്കാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ അങ്ങ് കൊല്ലത്തോട്ട് കൊണ്ടുവരാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം കാലാപ്പാടിയാണ്, ഇതെല്ലാം കായ്ച്ച തൈകളാണ്. പിന്നെ നമ്മളിപ്പോൾ ഇത് കൊണ്ടുവരുമ്പോൾ എത്ര മാങ്ങ ഇതിനകത്ത് നിന്ന് പൊഴിഞ്ഞു പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ മാക്സിമം നമ്മൾ നല്ലതായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം സെയിലിനുള്ളതാണ്. പിന്നെ ഇതിന്റെ ചെറിയ തൈകളുണ്ട്. ഇത് കാലാപ്പാടി പിന്നെ എങ്ങനെ വെച്ചാലും അത് മാങ്ങയാവും, അധികം പരിചരണം ഒന്നും വേണ്ട. ഇത് ഒരു കുളമ്പാണ്. ഇതൊക്കെ ഇതാണ്ട് ഭയങ്കര വലിയ കവറാണ്. ഇത് കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഇവിടെ വന്നാൽ കൊടുക്കാം. നമ്മുടെ പാലക്കാട് ഫാമിലുണ്ട്. അതെ, ഉണ്ട്. ഈ വലിയ ഇതുപോലുള്ള പ്ലാന്റുകൾ അയക്കാൻ പറ്റില്ല ചേച്ചി? അതോ ഇത് പെറ്റ് സർവീസിൽ ഇത് കയറത്തില്ല, കാരണം 5.5 അടി വരെ അതിനകത്ത് കയറും, അല്ലാതെ പിന്നെ അത് കയറില്ല. അപ്പോൾ നേരിട്ട് വരുന്നവർക്ക് ഇത്രയും വലിയ പ്ലാന്റുകൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് അവർ വണ്ടി വന്നിട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ
അയച്ചു കൊടുക്കും, പറഞ്ഞാൽ അവർ കയറ്റി വിട്ട് കൊടുക്കും. അയച്ചു കൊടുക്കും. ഇത്ര വലിയ അല്ലേ കാഴ്ച നിൽക്കുന്ന അല്ലേ മാങ്ങയോട് കൂടി തൈകൾ ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ നമ്മൾ കൊടുക്കാം, വേണമെന്നവർക്ക് കൊടുക്കാം, ചാർജ് തന്നാൽ മതി, എത്തിച്ചു കൊടുക്കാം. ഓ ഇത് ഗുദാദത്താണ്, പക്ഷേ ഇത് മൂത്തിട്ടില്ല, ഇതൊരു കാൽ വിളവേ ആയിട്ടുള്ളൂ ഇതിന്. ഇതും കവറിലാണ്. ഇതാണ് പ്രിയൂര്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പ്രിയൂര്. ഈ വർഷം നമ്മൾ പ്രിയൂരിൻ്റെ ഒരുപാട് തൈകളും നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, വലിയ വലിയ തൈകൾ. പിന്നെ നമ്മൾ ഇത്രയുള്ള തൈകൾ, ഇതിപ്പം 2 തൈകൾ ഇവിടെ ഇത്രയും വലുത് കായ്ച്ചതുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ്, പറയണ്ട, എല്ലാവർക്കും അറിയാം. പ്രിയൂര് ഭയങ്കര ഈ വർഷം നമ്മൾ പ്രിയൂര് മാങ്ങ, നമ്മൾ പഴുത്ത മാങ്ങ അവിടെ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം, ഇന്നലെ പറിച്ചത്. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഫെസ്റ്റിൽ നല്ല പഴുത്ത മാങ്ങ ഈ പ്രാവശ്യം നമ്മൾ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തികഞ്ഞില്ല, അപ്പോൾ കൊടുക്കുന്നതായിരിക്കും. തൈകളും ഒറിജിനൽ നല്ല പ്രിയൂര് തൈകൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇവിടെ വെച്ചിട്ടുണ്ട് വലിയ തൈകൾ. ഇത് ഗുദാദത്ത് ഒരുവിധം മൂത്ത് വരുന്നുണ്ട്, പക്ഷേ സൈസ് ഇതൊന്നും അല്ല, 1 കിലോയിൽ കൂടുതൽ കാണും ഒരു മാങ്ങ. നമുക്ക് ഭയങ്കര സൈസാണിത്. പിന്നെ ഇത് ആപ്പിൾ റുമാനിയ നമ്മൾ അവിടെ കണ്ടില്ലേ, അത് ഏകദേശം മൂക്കാറായ മാങ്ങ. ഇത് ആപ്പിൾ റുമാനിയയുടെ ഇതൊക്കെ കണ്ടോ, നല്ല ലക്ഷണമൊത്തൊരു പ്ലാന്റ്. അത് നമ്മളെ ട്രെയിൻ ചെയ്തത്, അതിനെ നമ്മളിത് കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്ത് ഡ്രമ്മിലോ ചട്ടിയിലോ എവിടെ വെച്ചാലും അതൊരു ഇതാവും. ഇതും കണ്ടോ, ഈ പ്രിയൂരും ഒക്കെ അതുപോലെയാ, ട്രെയിൻ ചെയ്യുന്ന അനുസരിച്ചിട്ടിരിക്കും നമ്മൾ. ഇത് വിളഞ്ഞിട്ടൊന്നുമില്ല, വലുതായിട്ടുമില്ല, കർപ്പൂരമാങ്ങയാണിത്. കർപ്പൂരമാങ്ങ ഞങ്ങളുടെ കൊല്ലത്തിന്റെ മാങ്ങയാണ്, നമ്മുടെ സ്വന്തം വെറൈറ്റി. നമ്മുടെ എന്ന് പറയില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുഴുവിന്റെ ഒരു ശല്യം ഉള്ളതുകൊണ്ട്, പക്ഷെ ഇപ്പൊ ആ മാവുകൾ ഒരുപാട് നഷ്ടപ്പെട്ട്, നമ്മളതുകൊണ്ട് അതിന്റെ തൈ ഒറിജിനൽ ആ സാർ അവിടെ വരും, എക്സിബിഷന് വരും. അപ്പോൾ ആ സാറിന് ഒരു അവാർഡുണ്ട്, കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം സാറാണ് മാങ്ങ തന്നത്. ഈ വർഷം സാറിൻ്റെ അടുത്ത് മാങ്ങ വേഗം നേരത്തെ കഴിഞ്ഞു പോയി, പക്ഷേ എന്നാലും തൈകൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് നമ്മൾ സാറിനോടിൻ്റെ അനുവാദത്തോടു കൂടി. അപ്പോൾ അന്നേരം ആ തൈകൾ അവിടെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. കർപ്പൂര മാങ്ങയുണ്ട്, നല്ല മാങ്ങയാണ്. ഇത് നമ്മൾ അവിടെ ഇരിക്കുന്ന തൈ കണ്ടതാണ് സിന്ദൂര്. ഇത് ഏകദേശം മൂക്കാറായിട്ടുണ്ട്. കണ്ടോ, ഇത് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് നല്ല ഒരു കവറിൽ ഇത്രയും മാങ്ങ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു ബാൽക്കണിയിലൊക്കെ വെച്ചാൽ പോലും ഇത്രയും മാങ്ങ. ഇഷ്ടംപോലെ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് ഒരു തൈക്ക് കിട്ടും. ആരെയും പറിക്കാനൊന്നും ബുദ്ധിമുട്ടണ്ട, നമുക്ക് തന്നെ പറിച്ചെടുക്കാം. അതാണ് ഈ കവറും ഡ്രമ്മും ഒക്കെ ഉള്ളത്. പിന്നെ എയർപോർട്ടുകളുണ്ട്, എയർപോർട്ടുകളിലായാലും വെക്കാം. ഇത് ബംഗനപ്പള്ളിയാണ്, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ബംഗനപ്പള്ളി. ഇതിൻ്റെ അകത്ത് ആ മാങ്ങ ഏകദേശം മൂക്കാറായിട്ടുണ്ട്, നല്ല കളർ വയ്ക്കും. ഇത് പുളി ഒട്ടുമില്ല, ഇത് പച്ചയ്ക്കും കഴിക്കാം, നല്ല മാങ്ങയാണ്. ബംഗനപ്പള്ളി കഴിച്ചിട്ടുള്ളവർക്കറിയാം, അത് ഭയങ്കര ഫ്ലേവറാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളതും ബംഗനപ്പള്ളിയും സിന്ദൂരവും മാവാം. നമ്മൾ ബംഗനപ്പള്ളി വിളഞ്ഞ മാങ്ങ കാണിച്ചു തരാം പറിക്കുന്നത്, പഴുത്തതും ഉണ്ട്. 2 ദിവസം മുമ്പ് പറിച്ച പഴുത്ത മാങ്ങയുണ്ട്. അത് 1 കിലോയൊക്കെ വരും ഒരു മാങ്ങ. ഇത് ചാങ്ഡിയാങ് എന്നും പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. ഇത് എപ്പോഴും മാങ്ങ കാണും, മാങ്ങയ്ക്ക് ഒരു ഫ്ലേവറൊക്കെ ഉണ്ട്, നല്ല മാങ്ങയാണ്, എപ്പോഴും മാങ്ങ പിടിക്കും. വെറൈറ്റികൾ നോക്കുന്നവർക്ക് ചാങ്ഡിയാങ്. ഇത് കുറേ അപ്പുറത്ത് വലിയ മാങ്ങയുണ്ട്, ഇഷ്ടംപോലെ തൈയുണ്ട്. ഓരോ വെറൈറ്റിയുടെയും തൈകൾ അല്ലെ, ഒരു തൈ മാത്രമേ കാണിക്കുന്നുള്ളൂ, പക്ഷേ ഇതിന്റെയൊക്കെ അനേക തൈകൾ, ചെറുത്, അതിൽ മീഡിയം, ബിഗ് വരുന്നവരുടെ പോക്കറ്റ് അനുസരിച്ച് അല്ല, അത് അവർക്ക് വളർത്തുന്ന എവിടെയാണ് താഴെ വെക്കുന്നവർക്ക് അങ്ങനെ. ഡ്രമ്മിലാണെങ്കിൽ ഒരു ട്രെയിൻ ചെയ്ത് മരം മേടിക്കുന്നതായിരിക്കും നല്ലത്. അവർക്കൊരു നമ്മളിതെല്ലാം പ്രൂൺ ചെയ്യും. ഇപ്പം ഈ സീസൺ കഴിഞ്ഞാൽ പ്രൂൺ ചെയ്യും. നമ്മൾ തറയെ പാകിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ അന്ന് കവറിലുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കവറിൽ നട്ടതാണ് ഇതെല്ലാം നമ്മൾ കൊല്ലത്തിന് കൊണ്ടുവരുന്നുണ്ട്. ഈ തൈകളെല്ലാം അവൈലബിൾ ആയിരിക്കും നമ്മുടെ ഫെസ്റ്റിന്. ഇത് ഭയങ്കര റീസണബിളായിട്ടായിരിക്കും നമ്മളിത് കൊടുക്കുന്നത്, ഈ കവറിലെ തൈകൾ. ഇതിപ്പോൾ ഏകദേശം 6 അടിക്ക് മുകളിൽ ഹൈറ്റ് ഉണ്ട്, 6 അടിയും അല്ല അല്ലേ? ഇത് കവറിൽ അന്ന് നമ്മൾ താഴെ നട്ടിട്ട് കുറേ ആൾക്കാർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് എൻക്വയറി വന്നു. അപ്പോൾ അതിന് ഇവിടെ വന്നവർ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അത് കാരണം ഞങ്ങൾ കവറിൽ കുറച്ചാക്കി വെച്ചു. അപ്പോൾ അന്നേരം ഇത് നമ്മളിപ്പോൾ ഫെസ്റ്റിന് കൊണ്ടുവരുന്നുണ്ട്. ഇത് എന്നിട്ട് ഒരു ഓഫർ റേറ്റിൽ നമ്മൾ കൊടുക്കും. ഇതിപ്പോൾ 150 നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നത്, ഇവിടുന്ന് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ഫെസ്റ്റിന് ആർക്കെങ്കിലും ഇങ്ങനെ വരുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിപ്പോൾ കറക്റ്റ് വെക്കാൻ നല്ല പാകം. ഇപ്പോൾ ഈ 10-ാം ഉദയത്തിന് കുറേ ഇവിടുന്ന് കൊണ്ടുപോയി വെച്ചു ആൾക്കാർ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ 100-ന് കൊടുക്കും. ഇപ്പം 100 രൂപയ്ക്ക് അതെ, അതെ, ഇവിടുത്തെ തെങ്ങിന്റെ തന്നെ പാകിയതാണ്. നമ്മൾ മാർക്ക് ചെയ്ത് ആ തെങ്ങിനെടുത്ത് പാകി നമ്മൾ ചെയ്തതാണ്. കവറിൽ ഈ കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് കവറിൽ ചെയ്തേക്കുന്നത്. അന്ന് താഴെ വെച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഞങ്ങൾ പറിച്ചു കൊണ്ടുപോകുമ്പോൾ അത് ഇതാകുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് അങ്ങനെ കവറിലാക്കി. ഇത്ര ഹൈറ്റുള്ള തൈകൾ 100 രൂപയ്ക്ക്. അതെ, ഫെസ്റ്റിന് വരുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ.
അപ്പോൾ അന്നേരം മാത്രമേ കാണുള്ളത്. അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഫെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൽ നമുക്ക് ചെയ്യാം, അത് കാണത്തില്ല. ഇത് നമ്മളിനി ഫെസ്റ്റിന് കൊണ്ടുവരാനുള്ള മാങ്ങയാണ് പരിചയപ്പെടുത്തുന്നത്. മാങ്ങയും മാവും. ഇത് തോത്താപ്പൂരി എന്ന് പറയും, ബംഗ്ലോര എന്ന് പറയും, കിളിമൂക്കെന്ന് പറയും. ഈ മാങ്ങ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫെസ്റ്റിൽ ഏറ്റവും കൂടുതൽ പോയത്. ഇതിന് ഒട്ടും നാരില്ല. ഇത് ശരിക്കും ഫ്രൂട്ടി കമ്പനിക്കാരൊക്കെ ഇവിടെ വന്ന് എടുക്കുന്നതായിരുന്നു, അച്ചാറുകാരും ഒക്കെ എടുക്കുന്നത്. ഇവിടെ അത് ഫ്രൂട്ടി വേറെ, അത് വേറൊരു മാങ്ങയാണ്. ഇത് അല്ല, ആ ജ്യൂസിനൊക്കെ ആയിട്ട് എടുക്കുന്ന നല്ല നാരില്ല, പിന്നെ ഭയങ്കര വെയിറ്റാ. ചിലപ്പോൾ ഒരു മാങ്ങ 1 കിലോ വരെ വരും. നമ്മൾ കഴിഞ്ഞ ഫെസ്റ്റിന് ഏറ്റവും കൂടുതൽ മാങ്ങ അവിടെ ഇത് കൊടുത്തിരുന്നു. നമുക്ക് ഇവിടെ ഒരുപാട് മാവുണ്ട്. ഇത് ടണ്ണ് കണക്കിന് മാങ്ങയാണ് നമുക്ക് ഇതിന്റെ വരുന്നത്. വലിയ മാവുകളുണ്ട്, 45 വർഷമൊക്കെ ആയ മാവുകൾ ഇവിടെ ഉണ്ട്. പഴക്കമുള്ള. ഇതിപ്പോ പുതിയ മാവാണ്. ഇത് ഈ വർഷം ആദ്യമായിട്ട് കഴിച്ചതാണ്. നമ്മളിപ്പോ ഇത് തെങ്ങിന്റെ തോട്ടത്തിന്റെ നടുക്ക് 4 തെങ്ങിന് ഇടയ്ക്ക് ഒരെണ്ണം, അതാണ് ഈ തോട്ടം. നമ്മൾ ഓരോ തോട്ടവും പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഇത് ഹാൻഡ് പിക്ക് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത്. അതായത് നമ്മളിപ്പം ബോക്സ് അയക്കുമ്പോഴും നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്യുമ്പോൾ ആ മാങ്ങ എത്രയും നല്ലതായിരിക്കും. പിന്നെ ഞങ്ങൾ ഇപ്പം തന്നെ ഇതിപ്പോൾ നമ്മളൊരു മാങ്ങ കാണുന്ന ഒരാൾ മേടിക്കുന്നു, പക്ഷേ എൻ്റെ എഫർട്ട് അതല്ല. ഞാനിത് 1 ഇയർ ഇതിനകത്ത് എഫർട്ട് എടുക്കും. കാരണം ഈ മാവിൻ്റെ ഓരോന്നിൻ്റെ ചുവട്ടിൽ വെള്ളം പോകുന്നുണ്ടോ, വളമിടുന്നതൊക്കെ ഞാൻ നിന്നിട്ട് ഞങ്ങൾ ചെയ്യിപ്പിക്കുന്ന ജോലിക്കാരെ കൊണ്ട്. പിന്നെ ഈ ഓരോ മാങ്ങയും ഞാൻ വന്ന് നോക്കിയിട്ടുണ്ട്, എത്ര പ്രാവശ്യം നോക്കി, ഓരോ സ്റ്റേജിലെ ഫോട്ടോ എൻ്റെ അടുത്തുണ്ട്. അങ്ങനെയാണ് ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ ഈ മാങ്ങ എത്തുന്നത് ഫൈനലായിട്ട്. അപ്പം നമുക്ക് ഉറപ്പുണ്ട് നമ്മുടെ ഈ മാങ്ങ നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് പൊതിഞ്ഞ് അങ്ങനെയാണ് നമ്മൾ അയക്കുന്നത്. ഇത് ഇപ്പം നമ്മൾ കുറച്ച് നമ്മൾ അയച്ചിട്ടുണ്ട് ഇതിനകത്തുനിന്ന്. ആദ്യം വിഷുവിനൊക്കെ നമ്മൾ കുറച്ച് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 2ാമത്തെ ഹാർവസ്റ്റാണ് വരാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ മാങ്കോ ഫെസ്റ്റിനെ പറിക്കാൻ നിർത്തിയേക്കുക. ഇതാണ് തോത്താപ്പൂരി. ഇവിടെ ഇതിന്റെ വലിയ മാവുകൾ അവിടെ എല്ലാം ഉണ്ട്, തോട്ടത്തിലും ഉണ്ട്. ഇതിന്റെ തൈകളുണ്ട്. ഇത് മൂവാണ്ടം പോലെ തന്നെയാ, എല്ലായിടവും പിടിക്കും. ഏത് സ്ഥലത്ത് വെച്ചാലും ഇത് പിടിക്കും. പക്ഷേ ഇത് പ്രശ്നം ഒരുപാട് പിടിക്കും. വില കൊമേഴ്ഷ്യലി നല്ലതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലോട്ടൊക്കെ ഇത് മഴ പെയ്താൽ പുഴു വരും. പക്ഷേ നല്ല മാങ്ങയാണ്, എങ്ങനെ വെക്കാനും കൊള്ളാം. ഇതാണ് നമ്മുടെ സിന്ദൂര മാങ്ങ വിളഞ്ഞു കഴിഞ്ഞാലുള്ള കളറ്. അതായത് ഇതിപ്പോൾ നമ്മൾ പഴുത്ത് വീണ് കിടന്നതാണ് ഇവിടെ. ഇത് കണ്ടോ, ഇത്രയും. ഇത് ഇച്ചിരി വലുതാവും. ഞങ്ങളിത് ആദ്യത്തെ ഹാർവസ്റ്റ് കഴിഞ്ഞു, വിഷുവിന് മുമ്പ് കഴിഞ്ഞു ഇതിൻ്റെ. അതെ, കളറും അത് മാങ്ങയ്ക്കും ഭയങ്കര കളറാണ്. ഞാൻ പൂളി കാണിച്ചു തരാം, അവിടെ ഇരിപ്പുണ്ട് പഴുത്തത്. ഇത് ഇത്രയും ഈ ലൈന് മൊത്തം അതാണ്, ഈ ഒരു സെക്ഷൻ. ഇവിടെ കൂടുതലും ഇതാണ് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണിത്. ഇതിപ്പോൾ 5 വർഷമായതാണ് ഈ മാവുകൾ. നമ്മളിത് 2 വർഷത്തിന് മുമ്പേ ഹാർവസ്റ്റ് തുടങ്ങി. ഇതിൻ്റെ നമ്മുടെ തന്നെ തൈകളാണ്, ഇവിടുത്തെ നമ്മുടെ വലിയ മാവിൻ്റെ തൈകളാണ്, ഇവിടുത്തെ തന്നെ തൈകളാണ് ഇതെല്ലാം. പിന്നെ കുറച്ചൊക്കെ ഇവർ ഉണ്ട് ഇവിടെ എല്ലാം നിറച്ച് തോട്ടത്തിൽ ചെന്നാൽ മൊത്തം തിന്നിട്ടിരിക്കുക. അവർക്കും തിന്നാൻ വേണമല്ലോ. അപ്പോൾ ഇഷ്ടമാതിരി മയിലും എല്ലാം കഴിക്കും. അവർ കഴിച്ചിട്ടുള്ളതാണ്. എല്ലാവരും ഉണ്ട്, അണ്ണാനും മയിലും എല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മളെല്ലാം ഇത് കൈവച്ചിട്ടാണ് പറിക്കുന്നത്. ഇതെല്ലാം മൂത്ത് നിൽക്കുക. ഇപ്പം നമ്മളിത് 2 ദിവസം കഴിയുമ്പോൾ ഇത് ഫുള്ള് ഹാർവെസ്റ്റ് ചെയ്യും. ഇതിനകത്ത് നല്ല ആദ്യം ഇത് കുറച്ചുകൂടെ വലിപ്പമുണ്ട്. ഈ ചില മരങ്ങൾ നല്ല വലിപ്പമുള്ള മാങ്ങ, അതുകൊണ്ട് അത് ഇനി അപ്പുറത്തോട്ടെല്ലാം അത് തന്നെയാണ്. ഇതിപ്പം നമ്മൾ ഒരു ഹാർവെസ്റ്റ് വിഷുവിന് മുമ്പ് കഴിഞ്ഞതാണ് ഇതിൻ്റെ എല്ലാം. ഇതിപ്പോൾ സെക്കൻഡ് നമ്മളിപ്പം 2 ദിവസം കഴിയുമ്പോൾ കൊല്ലത്തിൽ കൊണ്ടുപോകാനായിട്ട് പറിക്കും ഇതെല്ലാം. പിന്നെ ഈ ഏരിയയിൽ ഇതെല്ലാം സിന്ദൂരം തന്നെയാണ്. ഇനി നമുക്ക് ബംഗനാപ്പള്ളിയിലേക്ക് പോവാം. ഇത് നമ്മൾ കുറച്ച് പ്ലാവ് കൂടെ ട്രൈ ചെയ്യുന്നുണ്ട് ഇവിടെ ഈ സൈഡിലായിട്ട്. അപ്പോൾ അത് കുറച്ചൊരു 10-100ഓളം പ്ലാവുണ്ട്. വിയറ്റ്നാം സൂപ്പർളിയുണ്ട്, J33 ഉണ്ട്. അത് അവിടെ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഒരു ട്രിപ്പ് ചക്ക കഴിഞ്ഞതാണ് ഇതിൻ്റെയൊക്കെ. എത്ര നാളായി വെച്ചിട്ട്? ഇതിപ്പോൾ കഴിഞ്ഞ 2 വർഷം, ഒരു 2 വർഷം ആയില്ല. അപ്പോഴേക്കും ചക്കയായി. അതാവും. സൂപ്പർളി അത്രയും മതി. J33 നല്ലതാണ്. ഇതാണ് ഫേമസ് ബംഗനാപ്പള്ളി. ഇത് ചെറിയ മാവുകൾ നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ്. ഇത് തറയിൽ പോവും മാങ്ങാണ്ടതാ. അത് തിന്നു പോയിട്ടുണ്ട്, കുറേ തിന്നു പോയിട്ടുണ്ട്. അത് അവർക്കും തിന്നണ്ടേ. അതെ, ഇതാ കണ്ട, ഇതൊക്കെ ഇപ്പം ഫെസ്റ്റിന് പറിക്കാനായിട്ട് പാകമാവും. ഇത് പാകമായി വരുമ്പോൾ ഇവിടെ ഒരു വെള്ള ഡോട്ട് ഞാൻ കാണിച്ചു തരാം പാകമായത്. പിന്നെ ഇതിനേലും വെയിറ്റും വെക്കും. ഇത് നന്നായിട്ട് പിടിക്കും. വേണ്ട, ഇപ്പം ഈ ചെറിയ മാവിൽ തന്നെ എത്ര മാങ്ങയുണ്ട്. കണ്ടതാ, ഇത് ഏകദേശം മൂത്ത് വരുന്നുണ്ട്. അതാ ഈ ഡോട്ട് വന്നതാ, കണ്ടോ ഇത്. പിന്നെ ഈ ഞെട്ട് കുഴിഞ്ഞ് വരും. ഇതാ ഇവിടെ എല്ലാം മാങ്ങയുണ്ട്. ഇത് കണ്ടോ, ഇത് ഈ വർഷം ഫസ്റ്റ് പിടിച്ചതാ കേട്ടോ ഈ മാവ്.
കഴിഞ്ഞ ഫെസ്റ്റിൽ ഈ ഗസ്റ്റ് വന്നിട്ട് ഈ ഒരു മാവിലെ ഫുൾ മാങ്ങ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഇത്തവണ വിളിക്കുന്നുണ്ടോ? ഇത്തവണ അത് ഞാൻ ആളിനെ പറയത്തില്ല. ഓക്കെ. ഇവിടുത്തെ ഹിമാപസന്ത് ഓൾമോസ്റ്റ് മാങ്ങയും ആ 2 സാറുമാർ ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തിട്ട് ഇപ്പം ഇനി 150 കിലോ അയക്കാൻ കിടക്കും എനിക്ക്. അതായത് സാറിന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കിടക്കും. അപ്പോൾ അന്നേരം അത്രയും ബെസ്റ്റ് മാങ്ങിയ നമ്മൾ കൈകൊണ്ട് പറിച്ച് അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവരുടെ ആ സന്തോഷം കൊണ്ട് അവർ പറയും ഞങ്ങൾക്ക് ഗസ്റ്റുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ. അപ്പം ഞാൻ പറയാം സാറേ വേറെ ഏതെങ്കിലും ഇല്ല, ഈ ഹിമാപസന്ത് മതി. അതെ അതെ, വർഷങ്ങളായിട്ടുണ്ട്. ഇവിടെ വന്ന് സാറൊക്കെ ഇവിടെ വന്ന് കണ്ടവരും ഉണ്ട്. കണ്ടിട്ട് ഇന്ന മാവ് ഞാൻ കാണിച്ചു തരാം മാവ്, ആ മാവില് തന്നെ വേണമെന്ന് പറഞ്ഞവരുണ്ട്. അതെ 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 അതെ. ഇതാണ് നമ്മുടെ മല്ലിക മാങ്ങയാണിത്. ഇതിനെക്കുറിച്ച് മല്ലിക പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഭയങ്കര ടേസ്റ്റാണ്. ഇതിപ്പോൾ മൂത്തിട്ടില്ല, നമ്മൾ മൂത്തത് ഇന്നലെ ഇതിനകത്തുനിന്ന് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തായിരുന്നു. അത് നമ്മൾ കാണിച്ചു തരാം, അവിടെ ഇരിപ്പുണ്ട്. ഇതിപ്പം ഒരാഴ്ചയുടെ കഴിയുമ്പോഴത്തേനും നമുക്ക് പറിക്കാം. ചെറിയ മാവുകൾ ഇത് ഹാൻഡ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ ഒത്തിരി പൊക്കത്തില്ല, ഇത് ഇപ്പോൾ പ്രാവശ്യം ഇങ്ങനെ അങ്ങ് പ്രൂൺ ചെയ്യും. എന്നാകുമ്പോൾ നമുക്ക് എപ്പോഴും ഹാർവെസ്റ്റിംഗ് എളുപ്പമാണ്, ഹാൻഡ് പിക്ക് ചെയ്യാൻ എളുപ്പം, നമുക്ക് തന്നെ ചെയ്യാം. പിന്നെ ഈൽഡ് കൂടുതലായിരിക്കും, പിന്നെ വേണ്ടാത്തത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ മാങ്ങ നല്ല ക്വാളിറ്റി വരും. അപ്പോൾ നമ്മളിവിടെ വന്ന് നോക്കിയിട്ട് നമ്മൾ വേണ്ട ഒരു മാങ്ങ നിർത്തിയിട്ടുള്ളൂ. ഇവിടെ നിന്നൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഇത് പറിക്കും. അപ്പോൾ അത് നമുക്ക് അന്നേരം ഈ മാങ്ങയ്ക്ക് നല്ല ക്വാളിറ്റി വരും, വലിപ്പം. ഇതാണ് നമ്മുടെ നീലം. അതെ, ഒത്തിരി മാങ്ങയുണ്ട്. ഇത് ശരിക്കും നല്ല മധുരമാണ് നീലം. പക്ഷേ മഴയ്ക്ക് മുമ്പ് ഇത് കിട്ടുന്നതുകൊണ്ട് പുഴു വരുത്തില്ല, നല്ലതാണ്. ഇഷ്ടംമാതിരി പിടിക്കും. ഇതാണ്ട് ഇഷ്ടംമാതിരി ഒരു കൊലയിൽ നിറയെ ഉണ്ട്, മാവ് നിറയെ ഉണ്ട്. ഇതെല്ലാമാണ് നമ്മളിപ്പോൾ പറിച്ചു കൊണ്ടുവരാൻ പോകുന്നത്, അങ്ങോട്ടേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്, ഓരോന്നിൻ്റെ പേരെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറിച്ച് എല്ലാം ബോക്സിലാക്കി അല്ലേ? സെപ്പറേറ്റ് ബോക്സിലാണ് ചെയ്യുന്നത്. അതെ. ഇതാണ് ഇവിടുത്തെ ഈ സ്ഥലത്തിന് ലോക്കൽ വെറൈറ്റിയാണ്, നടശാല എന്ന് പറയും. നടശാല, നടിച്ചോല അങ്ങനെയും പറയും ചിലർ. നടിച്ചോല. അപ്പോൾ ഈ മാവ് ഇവിടുത്തെ നാടൻ ഇനമാണ്. ഇത് എവിടെയും പിടിക്കും, വലിയ വെയിലില്ലാത്തടത്തും പിടിക്കും. ഇവിടെ ഇതിൻ്റെ 2-3 മാവുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാങ്ങ ആദ്യം ഇരിക്കില്ല, പക്ഷെ നല്ല ഫ്ലേവറാണ് ഈ മാങ്ങ, നല്ല ഫ്ലേവറാണ്. ഇത് ഇത്രയേ ആവത്തുള്ളൂ, ഇച്ചിരി ചിലപ്പോൾ വലുതാവും. ഇതിപ്പോൾ ഒരുപാട് പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത്. നമ്മൾ ഒരു ഹാർവെസ്റ്റ് കഴിഞ്ഞ് പിന്നെ ഇന്നലെ ഞങ്ങൾ പഴുത്തത് ഇവിടെ വന്നെല്ലാം എടുത്ത് കണ്ട. മയിൽ ഫുള്ള് തിന്നിട്ടിരിക്കുക ഇവിടെ നിന്ന്, ഇഷ്ടമാതിരി. ഇത് നല്ല മാങ്ങയാണ്, ഒരു നാരുമില്ല ഇതിലല്ലേ. നല്ല മാങ്ങ നമ്മുടെ നാട്ടിലോട്ടങ്ങ് ഇത് അധികമില്ല. ഇത് വെക്കാൻ ഒരുപാട് പേര് മാങ്ങ തിന്നിട്ട് കഴിഞ്ഞ വർഷം ചോദിച്ച്. അപ്പോൾ ഈ വർഷം ഈ മാങ്ങ എല്ലാം നമ്മൾ പറിക്കാൻ കൊണ്ടുവരും. ഇത് ഉണ്ടോ, അതാ താഴെ കിടക്കുന്നുണ്ടോ? ഇത് പഴുത്ത് വീഴാൻ തുടങ്ങി. ഇന്നലെ ഞങ്ങൾ ഒരുപാട് പഴുത്ത് വീണതാ, കണ്ടോ? ഇത് പഴുത്ത് വീണതാ, അതാ. അതാ ഇത് പഴുത്ത് നിൽക്കുക, അതാ. തൊട്ടതേ ഉള്ളു, കണ്ടോ? അതാ കണ്ടോ, അതിൻ്റെ മണം വരുന്നുണ്ടോ? നല്ല മണമാണ് ഇത്, നല്ല കളറും. ഇത് ഈ ജ്യൂസിനൊക്കെ ഭയങ്കര നല്ല, ഷേക്ക് ജ്യൂസ്, പനാക്കോട്ട ബെസ്റ്റാണ്, നല്ല ഫ്ലേവറാണ്. കണ്ടോ, നമ്മുടെ നാട്ടൻ വെറൈറ്റിയുടെ മണം കണ്ടോ, ഭയങ്കര മണമാണ്. ഇവരിത് ഏറ്റവും നല്ല മാങ്ങ നോക്കി ഇവർ കഴിക്കും. കണ്ടോ, അതിൻ്റെ ആ ടേസ്റ്റ് കണ്ടോ അവർ കഴിക്കുന്നത്. ഇവിടെ എല്ലാം ഇവരുടെ കയ്പുള്ള മാങ്ങ. മയിലും ഇത് അണ്ണാനും മയിലും കൊത്തും. ഇതാണ് നമ്മുടെ മൽഗോവ മാമ്പഴം. ഇത് ഇതും ഹാൻഡ് പിക്ക് ചെയ്യുക. ഇവിടുത്തെ ഒരു പ്രത്യേകത, പാലക്കാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊക്കം വെക്കില്ല. നമ്മുടെ നാട്ടിലേക്ക് കണക്ക് മാവുകൾ പൊക്കം വെക്കത്തില്ല, ആ ഒരു ഹൈറ്റിൽ തന്നെ കിട്ടും. നമ്മളത് ട്രെയിൻ ചെയ്തേക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമ്മൾ കൈയുണ്ട്, അപ്പം മാങ്ങ കേട് വരാതെ നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത് നല്ല എല്ലാം മൂത്ത് നിൽക്കുക. അതാണ്ട് അവരെല്ലാം ഇഷ്ടംപോലെ തിന്നിട്ടിരിക്കുക. ഇത് നല്ല വെയിറ്റും വരും. ഒരു മാങ്ങ ഒരു 900 ഗ്രാം വരെ വരുന്ന മാങ്ങകളുണ്ട്. ഇത് നമ്മളിപ്പോൾ മാവൻ തോട്ടത്തിൻ്റെ ഉള്ളിലാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ അൽഫോൺസ മാങ്ങ ഇതെല്ലാം നമ്മൾ തന്നെ വെച്ച തൈകളാണ്. ഇവിടെ എംറ്റി സ്ഥലമായിരുന്നു, നമ്മൾ ഇത് വെച്ചതാണ് ഈ തൈകളൊക്കെ.
ഇത് ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷനാണ് നമ്മുടെ. ഓക്കെ. അപ്പോൾ അന്നേരം അൽഫോൺസയാണ്. ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ഫെസ്റ്റിന് പറിക്കാൻ വേണ്ടി നിർത്തിയേക്കുന്നതാണ്. റെഡിയാക്കി വെച്ചേക്കുമല്ലേ? എല്ലാം ഇത് റെഡിയായി നിർത്തിയേക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ തോട്ടം. അതെ അല്ലേ? ശരിക്കും ഇവിടെ നിന്നുള്ള മാങ്ങയാണ് നേരെ ഫെസ്റ്റിലേക്ക് വരുന്നത്. എത്ര ഏരിയ ഉള്ളത് നമുക്ക് ടോട്ടൽ? ഇത് നമുക്ക് 18 ഏക്കറാണ് ടോട്ടൽ ഇവിടെ ഉള്ളത്. തെങ്ങും തോപ്പ്, ജാതിത്തോപ്പ്, മാവും തോപ്പ്. അപ്പോൾ ഇപ്പം നമ്മൾ ഇത് തനി മാവും തോപ്പാണ്. ഇതാണ് നമ്മുടെ തനി മാവും തോട്ടം. ഇവിടെ പണ്ടത്തെ മരങ്ങളുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ വെച്ചതാണ്. നമ്മൾ മേടിച്ചതിന് ശേഷം വെച്ച മാവ് തൈകളാണ് നമ്മുടെ കൈകൊണ്ട്. ഇത് കരിമ്പിട്ടിരുന്ന സ്ഥലമാണ്. ഇത് കറുത്ത മണ്ണാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് വലിയ മാവുകളുള്ളതുകൊണ്ട് നമ്മളിവിടെ മാവ് വരുമെന്നുള്ള ഉറപ്പായിട്ട് നമ്മളിവിടെ മാവ് വെച്ചു. അപ്പോൾ അത് ഉറപ്പായിട്ടും നമുക്ക് ഇപ്പോൾ ഇത്ര വർഷം കൊണ്ട് ടെണ്ണ് കണക്കിന് ദൈവാനുഗ്രഹത്താൽ ടെണ്ണ് കണക്കിന് മാങ്ങ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ആൾക്കാർ ചിന്തിക്കും ഒരു ഫെസ്റ്റ് ഒക്കെ നടത്താൻ പറ്റിയ അല്ലേ നമുക്ക് തോട്ടം അല്ലേ ഉണ്ടോ ഇല്ല. നമ്മൾ രണ്ട് ഫെസ്റ്റും കഴിഞ്ഞിട്ട് നമ്മൾ ഹോർട്ടികോർപ്പിന് VFCK ടണ്ണ് കണക്കിന് മാങ്ങ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വർഷം പിന്നെ മാങ്ങ പൊതുവേ കുറവാണ് കുറച്ച്. എന്നാലും നമ്മുടെ ആവശ്യത്തിനുള്ള മാങ്ങ നമുക്കുണ്ട്. ഒരുപാട് ഈ പുറത്തോട്ടൊക്കെ അയക്കുന്നില്ലേ? കൊറിയർ സർവീസും ഉണ്ട്. എല്ലാം നമുക്കിനി ഈ ഫെസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം അല്ലേ? അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ. അതെ തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റികളും കാണാം. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നതെന്നും പിന്നെ നമ്മൾ എങ്ങനെയാണ് ബോക്സ് നിറച്ച് കൊണ്ടുവരുന്നതെന്നും എല്ലാം നമുക്കൊന്ന് കാണിക്കാം. പിന്നെ ഇവിടുത്തെ ഓരോ മാങ്ങകളും ഇപ്പൊ നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ട് പിന്നെ അത് കൂടാതെ നമുക്ക് ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ വലിയ മാങ്ങകൾ പരിചയപ്പെടാം. പിന്നെ നമുക്ക് ഇവിടെ മൂവാണ്ടൻ തന്നെ ഒരുപാട് ടണ്ണുണ്ട്. ഇതിൻ്റെ ബോർഡർ മൊത്തം മൂവാണ്ടനാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് പറയുന്നില്ലേ ഈ കണ്ട് പൂക്കും എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട്. അത് ശരിയാ, അതാണ് ആദ്യം പൂക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം പൂക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഹാർവെസ്റ്റ് മൂവാണ്ടൻ്റെ കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ ഹാർവെസ്റ്റാണ് വെള്ള മൂവാണ്ടൻ. അത് നല്ല മധുരമുള്ള മാങ്ങയാണ്. ഫെസ്റ്റിന് എല്ലാവരും ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്നത് മൂവാണ്ടൻ പ്രേമികൾ ഒരുപാട് പേരുണ്ട്. സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. അതെ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ തോട്ടത്തിലെ കുറച്ച് വെറൈറ്റികളും പിന്നെ ഈ ബോക്സ് എന്നൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ, അതുമാണ് ഇനി കാണാൻ പോകുന്നത്. ഇത് നമ്മുടെ അൽഫോൺസയാണ്. ഇന്നലെ വന്ന് ഫെസ്റ്റിന് പറിക്കാനായിട്ട് എണ്ണി നിർത്തിയിരുന്നു അല്ലേ? അയ്യോ എല്ലാം താഴെ പോയി. ഇവര് തിന്നു തീർത്തു, അണ്ണന്മാര് തിന്നു തീർത്തു. അത് നമ്മൾ ആരോട് പറയല്ലേ? ഒന്നും പറയാൻ പറ്റത്തില്ല, അവരും തിന്നട്ടെ. ഇത്രയും മൂത്തിട്ടാണ് നമ്മൾ പറിക്കുന്നത്. ഇന്നലെ ഇത് നമ്മൾ ഫെസ്റ്റിന് മറ്റന്നാൾ പറിക്കാൻ നിർത്തിയേക്കുന്നതാണ്. പക്ഷേ അത് കുറേ അങ്ങ് പോയി. ദിവസം തോറും എണ്ണം കുറയല്ലേ? അതെ, അത്രയും മധുരം കാണും ഈ മാങ്ങയ്ക്ക്. പക്ഷെ ഇത്രയും മൂപ്പ് വേണ്ട. നമുക്ക് ഇതിനേലും കുറച്ചുകൂടെ മുമ്പ് പറിക്കാം. അങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത്. അവരുടെ കൈ കിട്ടുമ്പോൾ ഏകദേശം ഈ കളറാവും. നമ്മൾ ഇതേപോലെ പറിച്ചാൽ പിറ്റേ ദിവസം കിട്ടും. ഇത് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഹിമാ പസന്ത്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഏറ്റവും നല്ല ടേസ്റ്റുള്ള മാങ്ങ ഇത് ഹിമാ പസന്ത് തന്നെ. ഇത് നമ്മൾ ഒരു ഹാർവെസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇതൊക്കെ ബുക്ക് ചെയ്തിട്ട് പോയേക്കുന്നതാണ്. ഇതിൻ്റെ നമ്മൾ അവിടെ മാവ് കാണിച്ചു തരാം. ഇവിടെ ഒരുപാട് മാവുണ്ട് ഹിമാ പസന്ത്. ഇത് നമ്മുടെ ഫെസ്റ്റിന് കൊണ്ടുവരാനുള്ള മാങ്ങ അൽഫോൺസയാണ്. ഇത് തടിയിലാണ് കാഴ്ചവെക്കുന്നത് കൂടുതലും ഈ പ്രാവശ്യം. തടിയിൽ ഇതാ കണ്ടോ, തടിയിലാണ് കാഴ്ചവെക്കുന്നത്. ഇതെല്ലാം തടിയിലാണ് കാഴ്ചവെക്കുന്നത്. ഇതാ അവിടെ എല്ലാം തടിയിലാണ്. ഇത് അൽഫോൺസയാണ്. ഇത് നമ്മൾ ഫെസ്റ്റിന് പറിക്കാൻ നിർത്തിയേക്കുക. ഇതൊക്കെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഈ മാങ്ങകൾ നല്ല വലിപ്പം വെച്ചായിരുന്നു ഇതുപോലെ. ഇത് നമ്മൾ കണ്ടിട്ടത് പിച്ചിക്കളയാൻ തോന്നുന്നില്ല. നല്ല ഭംഗിയല്ലേ? അതെ, നല്ല ഭംഗി. ഇവിടെ എല്ലാം തടിയിലാണ് കാഴ്ചവെക്കുന്നത്. ശരി, ഇത് ഗോൾഡൻ പപ്പയാണ്. ഇത് റെഡ് ലേഡിയുടെ ടേസ്റ്റ് തന്നെയാണ്. പഴുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു കളറ് ആവും, അത്രേ ഉള്ളൂ. നല്ല യെല്ലോ കളർ അല്ലേ? നല്ല മറ്റേ ഓറഞ്ച് പോലെ. ഇത് തന്നെ പിടിച്ചതാണ്. ഗോൾഡിലേക്ക് മാറുമല്ലേ ഇത്? ഇതിന്റെ തൈകൾ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഇത് ഇവിടുന്ന് തന്നെ കുരു വീണിട്ട് കിളിച്ചതാ. ഇത് 3 മരം ഒന്നിച്ച് തന്നെ കിളിച്ച് വന്നതാ. നമ്മൾ അപ്പുറത്തായിരുന്നു ഇതിന്റെ ഉണ്ടായിരുന്നേ, ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു നമുക്ക്. ഉണ്ടാവും. ഇതാണ് നമ്മൾ ഒരുപാട് പേര് ചോദിച്ച മൾട്ടിഗ്രാഫ്റ്റ് താഴെ വെച്ചതാ. ഇത് തറയിൽ നമ്മൾ ഡ്രമ്മിൽ സാധാരണ നടും. ഇത് തറയെ വെച്ചതാ. ഇതാണ്. ഒരു മാവിൽ ഇപ്പോൾ എത്ര വെറൈറ്റി ഉള്ളത്? ഇതിനകത്ത് ഇപ്പോൾ 6 വെറൈറ്റി ഉണ്ട്. 6 വെറൈറ്റി ഉണ്ട്. അപ്പം അതിൽ എല്ലാം കായ്ച്ചിട്ടില്ല. അത് വേറൊരു വെറൈറ്റിയാണ്. കണ്ടോ ആ കാണുന്നത്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് പിന്നെ ഇതാ ഈ റിബൺ എല്ലായിടത്തും ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. കണ്ടോ ഇതുപോലെ നമ്മൾ ഈ ഗ്രാഫ്റ്റ് തിരിഞ്ഞു പോകാതിരിക്കുക. ഇത് കണ്ടോ, ഇതൊരു ഗ്രാഫ്റ്റാണ്. കണ്ടോ. പിന്നെ ഈ കൊമ്പ് അത് വേറെയാണ്. പിന്നെ ഈ താഴെ ബെനറ്റ് അൽഫോൺസാന്ന് പറഞ്ഞവരാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കായ്ച്ചായിരുന്നു താഴെ. പിന്നെ ഇത് ഈ മേലേക്ക് പോയിരിക്കുന്ന വേറൊരു ഗ്രാഫ്റ്റാണ്. ഇത് വേറൊരു ഗ്രാഫ്റ്റാണ്. അതാ ഇതിനകത്ത് പിടിച്ചിട്ടില്ല.
അപ്പോൾ നമ്മൾ ഈ മരം കുറച്ച് ഒഴിവാക്കി കൊടുത്തു ഇതിന് വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പുറത്ത് തൈകളുണ്ടാവില്ലേ? ആ, മൾട്ടിഗ്രാഫ്റ്റിൻ്റെ തൈകളുണ്ട്. ഓരോ കൊമ്പിലും ഓരോ മാങ്ങ, ഓരോ വെറൈറ്റി അല്ലേ? ആ, ഒരു കൊമ്പ് ഓരോ വെറൈറ്റി. അതുകൊണ്ട് അതിനെല്ലാം നമ്മളിങ്ങനെ ടാഗ് ഇട്ടിട്ടുണ്ട് അവിടെ എല്ലാം. എല്ലാത്തിനകത്തും പിടിച്ച് വന്നിട്ടില്ല, പക്ഷെ കുറച്ച് പിടിച്ച്. ഇതാണ് നമ്മുടെ ഹിമാപസന്ത് മാവ്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഹിമാപസന്ത് തന്നെയാണ്. ഇത് ചെറിയ മാവാണ്. നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടല്ലേ? ആ, നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇത് മൾട്ടിഗ്രാഫ്റ്റ് ആണ്. ഇത് മൾട്ടിഗ്രാഫ്റ്റ് ആണ്. ഇതിനകത്ത് ഈ മാങ്ങ വേറെയാണ്. ദാണ്ട് ഇവിടെ ഉണ്ട്, പിന്നെ അവിടെയുണ്ട് മാങ്ങ. ഇത് വെള്ളക്കുളമ്പ്. സാധാരണ ഇതിന് ഈ മരമായിരുന്നു, അത് വെള്ളക്കുളമ്പായിരുന്നു. അതിനകത്ത് നമ്മൾ 2 വെറൈറ്റി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രാവശ്യം നാട്ടുമാങ്ങയുടെ ഒരു വെറൈറ്റി കായ്ച്ചു. ഇവിടെ എന്നിട്ട് നോക്കുമ്പോൾ അറിയാം. നാട്ടുമാങ്ങ അല്ലേ? ആ, നാട്ടുമാങ്ങ. ഇത് വേറൊരു വെറൈറ്റിയാണ്. ആ, മുകളിലോട്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച എലിഫന്റ് ഹെഡ് എന്ന് പറഞ്ഞ മാങ്ങ ഈ പ്രാവശ്യം നമുക്ക് അവിടെ വരും, മാംഗോ ഫെസ്റ്റിന് വരും. അതിന്റെ തൈകളും അവൈലബിൾ ആയിരിക്കും. എന്താണ് പ്രത്യേകത? അത് ശരിക്കും പറഞ്ഞാൽ ഇത് കഴിക്കാൻ വലിയതില്ല, അച്ചാർ മാങ്ങ എന്ന് പറയും. ഇവിടെ ഇത് ഗദാ മാങ്ങ എന്ന് പറയും അതിന്. സൈസ് വലുതാ, വലിയ സൈസാ. നല്ല വലിപ്പത്തിലുള്ള ഉണ്ടാവും. ഇത് നമ്മുടെ ഫാം പ്രോഡക്റ്റിനൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോക്കനട്ട് ഓയിലാണിത്. നമ്മളിത് 10 ലിറ്റർ ക്യാന്, പിന്നെ 1 ലിറ്റർ അങ്ങനെയാണ് കൊടുക്കുന്നത്. പ്യുവറായിട്ട് ഇവിടെ പ്യുവറായിട്ട് നാച്ചുറലായിട്ട് വെയിലത്ത് ഉണക്കിയിട്ട് ആട്ടിയതാണ്. 1 ലിറ്റർ ബോട്ടിൽ മുതൽ തുടങ്ങും. 1 ബോട്ടിൽ മുതൽ 1 ലിറ്റർ ബോട്ടിൽ മുതൽ തുടങ്ങും. പിന്നെ വെർജിൻ ഓയിലും വേറെ ഉണ്ട്. ഇത് നമ്മളുടെ താറാമുട്ടയാണ് ഇവിടുത്തെ താറാമുട്ട. നമ്മളിപ്പോൾ ഇത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം ഫെസ്റ്റിനായിട്ട്. പിന്നെ നാടൻ കോഴിമുട്ട, ഇത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവാണ്. നീറ്റായിട്ട് പാക്ക് ചെയ്തല്ലേ? ഒരു ഡാമേജും ഇല്ല. നമുക്ക് അവിടെയും ഉണ്ട്, അവിടുത്തെ ഫാമിലും മുട്ട കോഴി ഉണ്ട്. ഡെയിലി നമ്മൾ അവിടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടും, അവിടുത്തെ എല്ലാം ഇടും. അതിൻ്റെ കൂടെ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഫെസ്റ്റൊക്കെ വരുമ്പോൾ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇതും കൊണ്ടുപോകും. നമ്മൾ ഇവിടുത്തെ എല്ലാ പ്രോഡക്റ്റും നമ്മൾ ഈ മാംഗോ ഫെസ്റ്റിന് മാത്രമല്ല നമ്മുടെ സ്റ്റോർ വഴി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ നാടൻ പുളി, വാളംപുളി, ഇത് കുടംപുളിയാണ്. നമുക്കിവിടെ ഉണ്ട് കുടംപുളി. അപ്പോൾ മഞ്ഞൾപ്പൊടി, കുരുമുളക്, നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി, എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലേ? ഇതിപ്പോൾ 3 കിലോ ബോക്സാണ്. നമ്മളിത് പച്ചയ്ക്ക് അയക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ ആവശ്യം പറഞ്ഞാൽ അവർക്ക് അതേപോലുള്ള അയക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ അയക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹിമാപസന്ത് വെക്കും, ഒരു ബംഗനപ്പള്ളി വയ്ക്കും, ഒരു ബംഗനപ്പള്ളി. അത് ഈ പാകത്തിലുള്ളതേ വയ്ക്കുകയുള്ളൂ. പിന്നെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് ഇപ്പം മല്ലിക വേണമെങ്കിൽ ഒരു മല്ലിക വയ്ക്കും. പിന്നെ ഇത് മൽഗോവ, പിന്നെ സിന്ദൂര അൽഫോൺസ. കസ്റ്റമർ ആവശ്യപ്പെട്ടാണെങ്കിൽ ആ വെറൈറ്റി മാത്രം. അതെ. നമ്മളുടെ മിക്സഡ് ബോക്സ് ഇങ്ങനെയാണ്. അതായത് എല്ലാം വാങ്ങിക്കാത്തുനിന്ന് എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ കാലാപ്പാടി, പ്രിയൂര്, അത് നടിച്ചോല, ഇത് പ്രിയൂര്. അപ്പോൾ ഇത് 5 കിലോ ബോക്സിനകത്ത് എല്ലാം കൂടെ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഇതിപ്പം 3 കിലോ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മാങ്ങയും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഇല്ല, ഒരു മാങ്ങയും കൂടെ വേണം. ഒരു അൽഫോൺസൈഡ് എടുക്ക്. പിന്നെ പഴുത്ത മാങ്ങ പറയുന്നവർക്ക് മാത്രം റിക്വസ്റ്റ് അനുസരിച്ചിട്ട് പഴുത്ത മാങ്ങ കൊടുക്കത്തുള്ളൂ. പിന്നെ ഇങ്ങനെ ഇപ്പം ഇത് സിന്ദൂരമാണ്. ഇങ്ങനെ ഇതാണ് നമ്മൾ പച്ച പറിക്കുന്നത്. പച്ച ഇങ്ങനെ പറിച്ച് വെച്ചാൽ ഇത് ആദ്യം മറ്റേത് കഴിക്കാം, ഇത് പിന്നെ കഴിക്കാം. കാലാപ്പാടി എടുക്കണേ. ഈ കൂടുതൽ പേര് 5 കിലോ ബോക്സ് ആണ് പ്രിഫർ ചെയ്യുന്നത് പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ്? ഇത് കാലാപ്പാടിയാണ്. ഇത് കാലാപ്പാടി പഴുത്ത് വരുമ്പോൾ ഈ നിറം തുടങ്ങും. ഇത് പിന്നെ ഒന്നും ആവില്ല. ചെറിയ മാങ്ങയാണ്. 5 കിലോക്ക് മേടിച്ച് ഇഷ്ടം പോലെ മാങ്ങ കാണും ഇത്. 5 കിലോക്ക് അല്ലേ? കാലാപ്പാടിയൊക്കെ 5 കിലോ ഇഷ്ടം പോലെ വരും മേടിച്ചു കഴിഞ്ഞാൽ. കൂടുതൽ 5 കിലോ ബോക്സ് ആണ് ആൾക്കാർ വാങ്ങുന്നത്. കൂടുതൽ 5 കിലോയാ. പിന്നെ ആരുമില്ല, ഞങ്ങൾ 2 പേരേ ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ട് 3 കിലോ. ഇത് അൽഫോൺസയാണ്. ഇത് പറിച്ച് നമ്മൾ ഈ പാകത്തിൽ അങ്ങ് വെക്കും. പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ടേ അവർക്ക് കളറാവുള്ളൂ.
ഇതിനകത്തുനിന്ന് പച്ചയിട്. ഇതിപ്പം 5,450 ഇപ്പോൾ കറക്റ്റായി. ഇനി നമ്മളിത് പ്ലാസ്റ്റർ ഒട്ടിച്ച് സീൽ ചെയ്ത് നമ്മുടെ അഡ്രസ്സ് വയ്ക്കും, അവരുടെ അഡ്രസ്സ് വയ്ക്കും. എന്നിട്ട് 4 മണിയാകുമ്പോൾ ഇവിടെ വണ്ടി വരും, കൊറിയർ എല്ലാം അപ്പോഴേ എല്ലാം കയറിപ്പോവും. അല്ലെങ്കിൽ നമ്മൾ കുറച്ചേ ഉള്ളെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കും. കൂടുതലുണ്ടെങ്കിൽ അവരിവിടെ വന്ന് എടുക്കും. അത് നമ്മൾ ബില്ലിട്ട് കൊടുക്കും. ഇപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ബില്ലിടും. ബില്ല് വാട്സപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ അവർ മിക്കവരും അന്നേരം തന്നെ പേ ചെയ്യും. അപ്പോൾ ചിലർ പിന്നെ കിട്ടിയിട്ട് ഹാപ്പി ആയിട്ട് പേ ചെയ്യും. പിന്നെ ചില കംപ്ലയിൻറ്റ്സ് വരും. അപ്പം നമ്മൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ മടുത്തു പോകും. നമ്മൾ ഇത്രയും എഫർട്ട് എടുത്തിട്ട് ഇത് നമുക്കൊന്ന് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത്. നമ്മൾ ഒരു മാങ്ങ പോലും കേടുള്ളത് ഇവിടെ എടുത്ത് വെക്കത്തില്ല. ഇവരോട് സ്റ്റാഫിനോടും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നഷ്ടം വന്നാൽ പക്ഷേ ഇത് ഡാമേജ് എന്തെങ്കിലും വന്നാൽ ഇവർ ചിലപ്പോൾ കൊറിയർ നമ്മൾ ഇത് സൂക്ഷിക്കാതെ കൊണ്ടുപോയാൽ എന്തെങ്കിലും പറ്റിയാൽ അത് മാങ്ങയല്ലേ, ചിലപ്പം ഇത് ചീത്തയാവും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നല്ല വഴക്കൊക്കെ കേൾക്കും. അതിൻ്റെ കൂടെ ഉള്ളതാണ്. പക്ഷെ നമ്മൾ അത്ര അതെ അതെ. പിന്നെ തീരെയും അതായത് അവർക്ക് തീരെ നഷ്ടപ്പെട്ടു പോയി ഫോട്ടോ ഇടുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടാമത് അയച്ചു കൊടുത്ത ഒത്തിരി പേർക്ക് ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒരാൾക്ക് പുള്ളി പറഞ്ഞില്ല, പുള്ളി ഒന്നും പറഞ്ഞില്ല. ഇത്ര നല്ല മനുഷ്യരുണ്ടെന്നാണ് പുള്ളി പറഞ്ഞു. ഇല്ലോ നിങ്ങളുടെ കുഴപ്പമൊന്നും അല്ല, അത് കൊറിയർ ഡാമേജ് പറ്റിയതാണ്. ഒരാൾക്ക് ഈ പ്രാവശ്യം 6 ദിവസം താമസിച്ചാൽ കിട്ടി. ഒരു സാറ്റർഡേ അയച്ച് പിറ്റേ സാറ്റർഡേ കിട്ടാതെ പിന്നെ വന്നു. അത്രയും പുള്ളി ഭയങ്കര ക്ഷമയോടുകൂടി. അപ്പം ഞങ്ങൾ കൊറിയർ കമ്പനിയും ഞങ്ങളും എല്ലാവരും ശ്രമിച്ചു. അപ്പോൾ പുള്ളിക്ക് പിന്നെ അയച്ചു കൊടുത്തു. ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. അതെ, ഒരുപാട് 90%, 95% നല്ല മനുഷ്യർ തന്നെയാണ്. കാരണം ഒരേ വർഷവും നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിച്ച് നമ്മളോട് പിന്നെ ചിലർ പറയും ഇപ്പം പാക്കിങ്ങിന് ഒരു പ്രശ്നവും പറയില്ല. ആദ്യത്തെ വർഷം ഞങ്ങൾ പഴുത്തത് അയച്ചപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പം പാക്കിങ് ബെസ്റ്റാണെന്ന് പറഞ്ഞു. ഇത് അൽഫോൺസയാണ്. ഇത് കട്ട് ചെയ്യട്ടെ. ഇത് കറക്റ്റ് പാകത്തിന് പഴുത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാം. ഇത് പഴുത്തിട്ടില്ല, നല്ല മധുരം. സിന്ദൂരം പുളിയാലോ, നല്ല പഴുത്തിട്ടുണ്ട്. അതിന്റെ കളറല്ലേ? നല്ല കളറാണ്. ഇത് കഴിച്ചു നോക്ക്. ചെറിയ പീസ്. ഒരു പ്രിയൂരായാലും എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട പ്രിയൂര്. ഒരു പ്രിയൂര് പുളിയാലോ. ടെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അല്ലേ? അതെ, ടേസ്റ്റ് നോക്കി വാങ്ങി അതെ ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാം. ഇത് കഴിച്ചു നോക്ക്. വ്യത്യസ്തം കറക്റ്റ് അറിയാല്ലേ? എല്ലാം വ്യത്യസ്ത ടേസ്റ്റുകളാണ് എല്ലാം. ഇപ്പം നമ്മൾ അൽഫോൺസ, സിന്ദൂരം, ഇത് പുളി. ഇനി ഒരു നടിച്ചോല. ഇതാണ് നടിച്ചോല മാമ്പഴം. ഇത് ഇതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഫ്ലേവറായത്. കഴിച്ചു നോക്ക്. ഒരു നാരം ഒന്നുമില്ല. അത് സൂപ്പറാ. ഇതധികം കിട്ടാനില്ല അല്ലേ? ഇതധികം കിട്ടാനില്ല. ഇത് നമ്മുടെ അവിടെ നാട്ടുകൂടിലൊന്നും കിട്ടത്തില്ല. ഇത് ഇവിടെ തന്നെ ഉള്ളൂ. ഇവിടുത്തെ നാടൻ വെറൈറ്റി ഇത്. മതിയോ? എല്ലാവരും മാങ്കോ ഫെസ്റ്റിന് വരണം. പിന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യണം. കാരണം എല്ലാവരും വന്ന് ഈ മാങ്ങകളൊക്കെ ടേസ്റ്റ് അറിയട്ടെ.